ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിത്യസത്യ ജ്ഞാന ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, ഈ രാവിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പം നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ വലിയ ശക്തി വെളിപ്പെടുവാൻ, അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ മഹിമ മനസ്സിലാക്കി നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന നിത്യതയുടെ വലിയ പ്രകാശം നമ്മുടെ ആത്മാവിൽ കത്തിക്കണമെന്ന് ദൈവാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കാരണം ഈശോനാഥൻ മരിച്ച് ഉത്ഥാനം ചെയ്ത് തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരുടെ അരികിൽ രക്ഷയെ പങ്കുവെക്കാൻ കടന്നു വന്നപ്പം അവർക്ക് ഈശോയെ സ്വീകരിക്കാൻ പരിപൂർണമായിട്ട് സാധിച്ചില്ല എന്ന്, അവർക്ക് ആ ഉത്ഥാന രഹസ്യത്തിൽ പരിപൂർണമായിട്ട് തങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ സാധിക്കാഞ്ഞത് മൂലം ആ വിശ്വാസരാഹിത്യം കർത്താവ് പ്രത്യേക വിധം അവരുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആ വിശ്വാസരാഹിത്യത്തെ കർത്താവ് കുറ്റപ്പെടുത്തി. എന്നിട്ട് കർത്താവ് അവരെ ആ വിശ്വാസ രഹസ്യങ്ങൾ സ്വീകരിക്കാൻ തക്കവിധം ഒരുക്കി. 10 ദിവസങ്ങൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നപ്പം അപ്പസ്തോലന്മാർക്ക് ഈ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടി. ക്രൂശിക്കപ്പെട്ട ഈശോ മിശിഹായാണെന്ന രഹസ്യം, ഉത്ഥാനം ചെയ്തവൻ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്നും അവൻ തങ്ങൾക്കൊപ്പം ഉണ്ടെന്നുള്ള രഹസ്യം. ആ ശക്തിയിലാണ് അപ്പസ്തോലനായ പത്രോസ് പറയുന്നത്, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് നസ്രായനായ യേശുവാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ദൈവശക്തി പ്രകടമായി, ഉത്ഥാനത്തിൻ്റെ ശക്തി പ്രകടമായി, ക്രൂശിതൻ്റെ മഹത്വം പ്രകടമായി. ആ പരിശുദ്ധ കൂട്ടായ്മയാണ്, ആ സാന്നിധ്യമുള്ള ശക്തിയുള്ള ഉത്ഥിതൻ്റെ മഹത്വം കുടികൊള്ളുന്ന വിശുദ്ധ കുടുംബമാണ് പരിശുദ്ധ സഭയെങ്കിൽ ആ സഭയുടെ മക്കൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ ജീവനുള്ള വചനം സ്വീകരിക്കുമ്പം ഉത്ഥിതൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. ഉത്ഥിതൻ നമ്മളെ നിത്യത്തിലേക്ക് ഉയർത്തും. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ അവൻ നമുക്ക് വിളമ്പിത്തരും. പ്രിയപ്പെട്ടവരെ, ഈ സമയം ദൈവാത്മാവിനാൽ അല്ലാതെ ഈ രഹസ്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനുള്ള ശക്തിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം കടന്നു വന്നതിന് ശേഷം അപ്പസ്തോലന്മാരുടെ ജീവിതഗതി മുഴുവൻ മാറി, അവരുടെ ശൈലി മാറി, അവരുടെ മുഴുവൻ മനോഭാവങ്ങൾ മാറി, ഭീരുത്വം മാറി, അവരുടെ ശൂന്യതകൾ മാറി, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ മാറി, വിശ്വാസക്കുറവുകൾ മാറി. പിന്നെ ധീരതയുടെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്ത് ത്യാഗം എടുക്കാനുള്ള ശക്തി. ആര് എവിടെ വെച്ച് കണ്ടാലും ഈശോ മിശിഹായുടെ സുവിശേഷം പറയാനുള്ള നിരന്തരമായ താല്പര്യം, സുവിശേഷം പറയാനുള്ള വലിയ സന്നദ്ധത, ലോകം മുഴുവനിലേക്കും അയക്കപ്പെടുമ്പം അതിനെക്കുറിച്ച് ഭാരപ്പെടാതെ, ട്രാൻസ്ഫറുകൾ കിട്ടുമ്പം, നമ്മുടെ ദേശം വിട്ട് മറ്റിടങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരുമ്പം ആകുലപ്പെടാതെ, സമറിയായിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ചിതറിക്കപ്പെട്ട ശിഷ്യന്മാർ താല്പര്യം കാണിച്ചത് പ്രിയപ്പെട്ടവർ അതിൻ്റെ സൂചനയാണ്. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴും കർത്താവിൻ്റെ സത്യസുവിശേഷത്തിന് വേണ്ടി ധീരതയോടെ നിലകൊണ്ടുകൊണ്ട് സാക്ഷ്യം പറയാനും കർത്താവിനെ ആരാധിക്കാനും പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർക്ക് സാധിച്ചത് ഈ അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, അങ്ങ് വിദൂരത്തിലുള്ള ഗാസായിലേക്ക് അയക്കപ്പെടുമ്പം
അവിടേക്ക് പോകാനും ധീരതയോടുകൂടി കർത്താവിൻ്റെ വചനം സാക്ഷ്യം പറയുവാനും സുവിശേഷത്തിൻ്റെ അഭിഷേകത്തിലേക്ക് ദൈവമക്കളെ കൂട്ടിക്കൊണ്ടു പോകാനും ശിക്ഷഗണത്തിന് ശക്തി കിട്ടിയത് ഈ തിരിച്ചറിയൊരു വെട്ടത്തിലാണ്. ഇന്ന് നമ്മൾ സുവിശേഷം പറയാൻ താല്പര്യം കുറയുന്നുണ്ടെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടാത്തത് കൊണ്ടാണ്. ഈ രാവിൽ നമ്മൾ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം. കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ നിത്യതയുടെ വലിയ ബോധ്യങ്ങൾ ആത്മാവിൽ സ്വീകരിച്ച് സുവിശേഷത്തിൻ്റെ സത്യം ഏറ്റെടുത്തുകൊണ്ട് ആ സുവിശേഷ സത്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, അത് ഞങ്ങളുടെ മക്കൾക്ക് ഓർമ്മയാകുവാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ അപ്പസ്തോലന്മാർ ഓർമ്മിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആകുലപ്പെടുന്നില്ല. കാരണം ആ സത്യങ്ങൾ വീണ്ടും 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 പറയേണ്ടതാണ്. നിത്യസത്യങ്ങൾ വീണ്ടും 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 അനുസ്മരിക്കപ്പെടേണ്ടതാണ്. അത് ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ഞങ്ങളുടെ അനുദിന യാത്രകളിൽ നിരന്തരം സ്വർഗത്തിലേക്ക് പോകാനുള്ള മകനാണ്. മരണം ഒന്നിൻ്റെ അവസാനമല്ല, കർത്താവിനെ കണ്ടുമുട്ടാനുള്ള വാതിലാണ്. ഇത് ഓർമ്മിപ്പിച്ച് കർത്താവെ നിരന്തരം യാത്ര ചെയ്യാൻ, കർത്താവെ ഈ മണ്ണിൻ്റെ സാധാരണ കാര്യങ്ങളിൽ ഞങ്ങൾ വ്യാപരിക്കുമ്പോഴെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സ്ഥിരമല്ല എന്ന്, ഈ വീട്, ഒരുക്കിയ ഈ കൂടാരം, ഞങ്ങൾ സഞ്ചരിക്കുന്ന ഈ വാഹനം, ഞങ്ങൾ ഓരോ ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അവരുമായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടായ്മകൾ ഒന്നും ഈ ഭൂമിയിൽ മാത്രം നിലനിൽക്കുന്ന അല്ല, സ്വർഗത്തിലേക്ക് കൂടി ഞങ്ങളെ നയിക്കുന്നതാണുള്ള തിരിച്ചറിവോടെ കർത്താവെ ഈ മണ്ണിൽ പാദമുറപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു പാദം ഈ മണ്ണിൽ ഞങ്ങൾ കുത്തി നിൽക്കുമ്പോൾ തന്നെ ഒരു പാദം കർത്താവെ വിശുദ്ധ സ്വർഗത്തിലും പാദമൂന്നുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യതയുടെ ഒരു വെട്ടം പരിശുദ്ധാത്മ ശക്തിയാൽ നമുക്ക് ലഭിക്കാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദാഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ വരണമേ, റുഹ തമ്പുരാനെ വരണമേ, റുഹ തമ്പുരാനെ വരണമേ, റുഹ തമ്പുരാനെ വരണമേ. റുഹ തമ്പുരാനെ എഴുന്നള്ളി വരേണമേ, വെളിവിൻ്റെ കതിരുകൾ ആകാശത്തു നയിക്കണേ. റുഹ തമ്പുരാനെ എഴുന്നള്ളി വരേണമേ, വെളിവിൻ്റെ കതിരുകൾ ആകാശത്തു നയിക്കണേ. അഗതികൾ തൻ പിതാവേ ദാനങ്ങൾ നൽകുന്നോനെ, ഹൃദയത്തിൻ പ്രകാശമേ വരേണമേ. അഗതികൾ തൻ പിതാവേ ദാനങ്ങൾ നൽകുന്നോനെ, ഹൃദയത്തിൻ പ്രകാശമേ വരേണമേ. റൂഹ റൂഹ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ. റൂഹ റൂഹ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ. ആത്മാവിൻ മധുരമുള്ള വിരുന്നേ, ആത്മാവിൻ മധുരമുള്ള തണുപ്പേ, ആത്മാവിൻ മധുരമുള്ള വിരുന്നേ, ആത്മാവിൻ മധുരമുള്ള തണുപ്പേ. അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വൈര്യമേ വരേണമേ. അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വൈര്യമേ വരേണമേ. അങ്ങിൽ ശരണം തേടിടും വിശ്വാസികളിൽ അങ്ങേ ഏഴു ദാനങ്ങൾ നൽകിയിടണമേ. അങ്ങിൽ ശരണം തേടിടും വിശ്വാസികളിൽ അങ്ങേ ഏഴു ദാനങ്ങൾ നൽകിയിടണമേ. സൗഭാഗ്യത്തിൻ മരണവും പുണ്യം വിളയും യോഗ്യതയും നിത്യ
നിത്യാനന്ദവുമേകി നീ അനുഗ്രഹിക്കണമേ. സൗഭാഗ്യത്തിൻ മരണവും പുണ്യം വിളയും യോഗ്യതയും നിത്യാനന്ദവുമേകി നീ അനുഗ്രഹിക്കണമേ. റൂഹാ റൂഹാ ആത്മീയ ഫലങ്ങളാൽ നിറയ്ക്കണേ. റൂഹാ റൂഹാ ആത്മീയ ഫലങ്ങളാൽ നിറയ്ക്കണേ. റൂഹാ റൂഹാ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ. റൂഹാ റൂഹാ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കർത്താവിൻ്റെ ജീവദായകമായ വചനത്തിൻ്റെ വലിയ ശക്തി നമ്മളിൽ പ്രകടമാകുവാൻ, സുവിശേഷം വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അത് വിശ്വസിക്കുവാനും അതനുസരണം ജീവിതം ക്രമപ്പെടുത്തുവാനും ആവശ്യമായ പരിശുദ്ധാത്മ ശക്തി നമുക്ക് ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, ഈ സമയം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നേരിട്ട് വന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ മക്കളിൽ ഈ സമയം നിറയട്ടെ. ദൈവശക്തിയാൽ ഞങ്ങളുടെ മക്കൾ സ്വർഗീയ രഹസ്യങ്ങളെ ധ്യാനിക്കുവാൻ തക്കവിധം ഉണരുകയും ഉയരുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ സ്വന്തം മക്കളായ ഞങ്ങളെ ഈ ഭൂമിയുടെ തിന്മയിൽ ഒരിക്കലും വിട്ട് കളയാതെ അങ്ങ് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള അങ്ങയുടെ വലിയ മനസ്സ് കർത്താവ് എല്ലാ മക്കളുടെ ഹൃദയങ്ങളിൽ വിലയുള്ളതായിട്ട് സ്വീകരിക്കപ്പെടാൻ കർത്താവ് ഇടവരുത്തണമേ. ഭൂമിയിലുള്ള അങ്ങയുടെ മുഴുവൻ മക്കളെയും കർത്താവെ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കളെല്ലാവരും സത്യസുവിശേഷത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ, നിത്യതയുടെ വലിയ സത്യങ്ങൾ സ്വീകരിക്കാൻ തക്കവിധം എല്ലാവരുടെയും ഹൃദയങ്ങൾ അങ്ങ് തുറക്കണമേ. ഈശോയെ, എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, ഈ ശുശ്രൂഷകളിൽ കർത്താവെ പല ദിക്കുകളിൽ ഇരുന്ന് പങ്കുചേരുന്ന മുഴുവൻ മക്കളും അവരുടെ പ്രിയപ്പെട്ടവരും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ മഹത്വം ഷെക്കൈന TV-യിലൂടെ, ഷെക്കൈന യൂട്യൂബിലൂടെ ഈ നിമിഷങ്ങളിൽ കർത്താവെ അങ്ങയുടെ ജീവദായകമായ നിത്യതയുടെ സത്യങ്ങളെ ആത്മാവിൽ അനുഗ്രഹമായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മുഴുവൻ മക്കളും അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം നമ്മളുടെ ധ്യാനത്തിൻ്റെ അവസാന ദിവസമാണ്. ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പങ്കുവെക്കുന്ന വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്നാമതായിട്ട് നിത്യ നരകം, അന്ത്യവിധി, ശുദ്ധീകരണ സ്ഥലം. അതോട് ചേർന്ന് നമ്മൾ പ്രായോഗികമായി സ്വീകരിക്കേണ്ട ആത്മീയ ബോധ്യങ്ങൾ കർത്താവ് നമുക്ക് തരുന്ന ദിവസമാണിത്. പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അച്ഛന് വലിയ അത്ഭുതകരമായി തോന്നിയ ഒരു സംഭവം, ഇന്നത്തെ ദിവസം തന്നെ പ്രിയപ്പെട്ട വട്ടായി അച്ഛനും ഡാനിയലച്ഛനും അവരൊരുമിച്ച് ഒരേ സമയം സ്വർഗത്തെക്കുറിച്ച്, നിത്യനരകത്തെക്കുറിച്ചുള്ള ആത്മീയ ദർശനങ്ങൾ പരിശുദ്ധ സഭയുടെ അതിശക്തമായ പ്രബോധനത്തിൻ്റെ കൃപയിലും വിശുദ്ധ വചനത്തിൻ്റെ വെളിച്ചത്തിലും വ്യക്തമായി സഭാമക്കൾ ബോധ്യത്തോടെ സ്വീകരിക്കുവാൻ വേണ്ടി അവരിന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത് അച്ഛൻ ശ്രദ്ധിച്ചു. വലിയ സന്തോഷവും തോന്നി. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകരായ ഈ പ്രിയപ്പെട്ട പുണ്യപ്പെട്ട അച്ഛന്മാരിലൂടെ ദൈവം ഏറ്റവും കൂടുതൽ ദൈവമക്കൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന, നിത്യതയെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകവിധം ശ്രദ്ധയോടുകൂടി എല്ലാ മക്കളും സ്വീകരിക്കാൻ വേണ്ടി അവർ ആ ഒരു ശുശ്രൂഷ നിർവഹിച്ചപ്പം ഈ ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി ഈ സത്യങ്ങളെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആ വീഡിയോയും ശ്രദ്ധിക്കുക, കൂടുതൽ ബോധ്യങ്ങൾ സ്വീകരിക്കണമേ എന്ന് നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ പ്രബോധനത്തോടും
കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ വലിയ സഹായത്തോടും കൂടി നമ്മൾ ഈ ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ഇന്നും ശ്രമിക്കുകയാണ്. ഒന്നാമതായിട്ട് നിത്യനരകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പം ഏതാനും ചില വചനങ്ങൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വചനങ്ങൾ കർത്താവായ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക് നിത്യനരകം ആകുലപ്പെടുത്തുന്ന കാര്യമേ അല്ല എന്ന് കർത്താവായ മിശിഹായെ ബോധപൂർവം ഗൗരവമായി ഉപേക്ഷിക്കുന്നവരാണ് ആ നിത്യനരകത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് കർത്താവായ ഈശോ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അവിടുത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഈശോ പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവായ ഈശോയെ ദൈവമായി, ജീവിതത്തിൻ്റെ മാനദണ്ഡമായി, അവിടുത്തെ സത്യസുവിശേഷത്തെ ജീവിതത്തിൻ്റെ വഴിയെ നിർണ്ണയിക്കുന്ന, വലിയ മാർഗനിർദ്ദേശം തരുന്ന, അനുഗ്രഹമായി കണ്ടുമുട്ടി യാത്ര ചെയ്യുന്ന ഒരാളും നിത്യനരാഗ്നിയായിട്ട് യാതൊരു ബന്ധത്തിലും വരുന്നില്ല. കർത്താവിനെ ബോധപൂർവം തിരസ്കരിക്കുന്ന, കർത്താവിൻ്റെ സുവിശേഷത്തെ നിഷേധിച്ച്, കർത്താവ് തന്ന അനുഗ്രഹത്തെ, സ്നേഹത്തെ ഉപേക്ഷിച്ച് ബോധപൂർവം മാരകഭാവത്തിൽ നിരന്തരം നിലകൊണ്ട് അവസാനം വരെ കർത്താവിനെ വേണ്ട എന്ന് നിരന്തരം പറയുന്നൊരു വ്യക്തിയാണ് നിത്യനരാഗ്നിയിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം ദൈവം നമുക്ക് തന്ന വലിയ സ്വാതന്ത്ര്യത്താൽ, നമുക്ക് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കാനുള്ള വലിയ, തിരഞ്ഞെടുക്കാനുള്ള വലിയ സ്വാതന്ത്ര്യം തന്ന ദൈവത്തെ സ്വീകരിക്കാനും തിരസ്കരിക്കുവാനുള്ള വലിയ സാധ്യത മനുഷ്യന് അവൻ്റെ വലിയ സ്നേഹത്താൽ തന്നിരിക്കുന്നു. ആ തിരഞ്ഞെടുപ്പിലാണ് നമ്മൾ നമ്മുടെ വിധി സ്വീകരിക്കുന്നത്. ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളുന്നതല്ല. മനുഷ്യൻ അവൻ്റെ ബോധപൂർവമായ തിരഞ്ഞെടുപ്പിലൂടെ നരകം സ്വീകരിക്കുന്നതാണെന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളതാണ് കർത്താവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹത്തെ പ്രതിയാണ് തമ്പുരാൻ കർത്താവ് തൻ്റെ പൊന്നോമന മകനെ ഈ മണ്ണിലേക്ക് സഹിക്കാനും കുരിശിൽ മരിക്കാനും അയച്ചത് എന്നുള്ള വലിയ രക്ഷയുടെ ദൂത് സ്വീകരിക്കുന്ന മക്കൾക്ക് ബോധ്യം ഉണ്ടാകണം. അത്രമാത്രം ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നമ്മൾ ഒരാൾ പോലും നശിച്ചു പോകരുതെന്ന്, നമ്മൾ ഒരാൾ പോലും നിത്യനരാഗ്നിയിലേക്ക് പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അത്രമാത്രം വില നമ്മുടെ ദൈവത്തിന് നമ്മൾ കൊടുക്കണം. രക്ഷകനായ കർത്താവിന് ജീവിതത്തിന് വില കൊടുക്കാൻ നമുക്ക് തയ്യാറാകണം. സുവിശേഷാനുസൃതമായ ജീവിതത്തിന് ആ വില കൊടുക്കാൻ തയ്യാറായാൽ നരകം നമുക്ക് അന്യമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവ് നിത്യനരകത്തെക്കുറിച്ച് പഠിക്കുന്ന ആദ്യ സമയത്ത് തന്നെ നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്തുകൊണ്ട് നരകത്തെക്കുറിച്ച് അറിയണം? പ്രിയപ്പെട്ടവരെ, നമ്മളൊരാൾ പോലും കാണപ്പെടാൻ പാടില്ലാത്ത ആ നരകം എത്രത്തോളം നമ്മൾ വെറുക്കേണ്ട ഇടാണെന്ന്, നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ലാത്ത ഇടാണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ ചില ഇടങ്ങളിൽ പോകരുതെന്ന് നമ്മൾ പറയുമ്പം നമ്മളതിൻ്റെ ഗൗരവം പറയും. ആ വഴിയെ പോകരുത്, അത് കുഞ്ഞിന് അപകടമാണ്. അപകടത്തിൻ്റെ കാരണം വ്യക്തമായി കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. കുഞ്ഞെ, മോളവിടെ പോകരുത്, മോൻ അവിടെ പോകരുത്, തനിയെ അവിടെ പോകരുത്. ചിലയിടങ്ങൾ ശ്രദ്ധിക്കാനുള്ളതാണ്. അവിടെ വിഷപ്പാമ്പുകളുള്ളതാണ്, അവിടെ വിഷക്കാറ്റുള്ളതാണ്, അവിടെ വിഷജീവികളുള്ളതാണ്. അവിടെ മകൻ പോകരുത്, മകൾ ആ വഴിക്ക് പോകരുതെന്ന് നമ്മൾ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ ഈശോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ രഹസ്യം അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. നരകമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചത് സഭയല്ല. നരകമുണ്ടെന്ന് നമ്മെ ആദ്യം പഠിപ്പിച്ചത് ദൈവസ്നേഹമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ദൈവസ്നേഹത്തിൻ്റെ വലിയ ഹൃദയം നമ്മളെ ഓർമ്മിപ്പിച്ചു തന്ന അതേ ഈശോ മിശിഹ തന്നെയാണ്
നരകമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചത്. അതാണ് തിരുസഭ അമ്മ നമ്മെ വ്യക്തമായി ഈശോ പറഞ്ഞു കേട്ടോ നരകമുണ്ടെന്ന്, മക്കൾ ശ്രദ്ധിക്കണമെന്ന് തിരുസഭ അമ്മ പറയുന്നത്. ആ തിരിച്ചറിവ് പ്രിയപ്പെട്ട മക്കളെ നമുക്കുണ്ടാകട്ടെ. ഇത് ഈശോയാ പറഞ്ഞത്, അത് ഒരു വട്ടമല്ല പറഞ്ഞത്, പലവട്ടം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ തിരിച്ചറിവ് എത്ര അധികമായി നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധ സഭയിൽ ഈശോയുടെ വചനം വ്യാഖ്യാനിക്കാനുള്ള പ്രബോധന അധികാരമുള്ള സഭയുടെ പിതാക്കന്മാരാൽ, സഭയുടെ വിശുദ്ധരായ അമ്മമാരാൽ പഠിപ്പിക്കപ്പെട്ട ആ വിശുദ്ധ സത്യങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് ഈ സമയം ആഗ്രഹിക്കാം. നമ്മുടെ ഹൃദയം തുറക്കണമേ എന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ചോദിക്കാം. ഇനി അല്പം സ്പീഡിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് നിത്യ നരകത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് വളരെ വേഗം മനസ്സിലാക്കി ആത്മീയമായ ശക്തി സ്വീകരിച്ച് സ്വർഗം മാത്രം ലക്ഷ്യമിട്ട് മുന്നേറേണ്ട ആത്മീയ അഭിഷേകം നമ്മൾ പ്രാപിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് ഈ സമയം ആത്മാർത്ഥമായ ദാഹത്തോടെ, ആഗ്രഹത്തോടെ, കർത്താവേ ഈ ദൈവീക രഹസ്യങ്ങളെ വേഗം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ മക്കളിലേക്ക് അയക്കണേ എന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പിശാച് അവൻ ആദ്യം മുതലേ കള്ളനാണ്, അവൻ ആദ്യം മുതലേ കുശാഗ്രബുദ്ധിക്കാരനാണ്, അവൻ ആദ്യം മുതലേ ദൈവത്തിൽ നിന്ന് മക്കളെ അകറ്റുന്നവനാണ്, വേർപ്പെടുത്തുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇത്തരം സത്യങ്ങളെ എപ്പോഴും മൂടിവെക്കും. അവൻ മനോഹരമായ കവറൊക്കെ ഇട്ട് അതിനെ എപ്പോഴും ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റിവെക്കാൻ ലോകത്തിൻ്റെ ഒത്തിരി കാര്യങ്ങളെ നമ്മൾ ഓർമ്മിപ്പിച്ച്, ശാസ്ത്രം പറഞ്ഞ്, ആധുനിക കാര്യങ്ങൾ പറഞ്ഞ്, സയൻസിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മളെ യഥാർത്ഥ സത്യത്തിൽ നിന്ന് അകറ്റുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അവൻ ആദ്യം മുതൽ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവനത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിൽ അവൻ ചെയ്യാനത് നിരന്തരം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് സജീവമായ ജാഗ്രത കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വചനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവിൻ്റെ വെട്ടം കിട്ടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അവൻ്റെ ആ ഒരു സാന്നിധ്യമുള്ള ലോകത്തിൽ പിശാച് ഉണ്ടെന്ന് പറഞ്ഞതും ഈശോ തന്നെയാണ്. അവൻ കള്ളനാണെന്ന് പറഞ്ഞത്, അവൻ വന്നിരിക്കുന്നത് നശിപ്പിക്കാനാണെന്ന് പറഞ്ഞത്, കൊല്ലാനാണെന്ന് പറഞ്ഞത് ഈശോ ആണ്. നിങ്ങൾക്ക് ജാഗ്രത വേണമെന്ന് പറഞ്ഞത് ഈശോയാണ്. അവൻ നിരന്തരം വഞ്ചകനാണെന്ന് പറഞ്ഞത് ഈശോയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവിൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അന്ത്യവിധികളിലെ അല്ലെങ്കിൽ നിത്യസത്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യം തരുന്ന കർത്താവിൻ്റെ പഠനത്തിൻ്റെ, പ്രബോധനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ സ്വർഗം, നരകം, അന്ത്യവിധി, ശുദ്ധീകരണ സ്ഥലം, ഈ ബോധ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നരകത്തെക്കുറിച്ച് കർത്താവിൻ്റെ പരിശുദ്ധ സഭ CCC 1033 പഠിപ്പിക്കുന്ന ചിന്ത ഈ സമയം നമ്മൾ സ്വീകരിക്കുകയാണ്. നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കുവാൻ കഴിയുകയില്ല. മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപ്പെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാകുന്ന ഭാഷയിൽ അച്ഛൻ ലളിതമായി ഇപ്പോൾ വായിച്ച ആ സഭയുടെ പഠനത്തെ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ്. നമ്മൾ നമ്മുടെ ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ നമ്മുടെ അപ്പനായി, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയായി, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി സ്വീകരിക്കുവാൻ നമുക്ക് കടമയുണ്ട്. ആ സ്വതന്ത്രമായ സ്വീകരണത്തിനുള്ള അവസരവുമുണ്ട്. അപ്പോൾ ഒരാൾ ബോധപൂർവം ദൈവത്തെ അവളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ വേണ്ട എന്ന് നിരന്തരം പറഞ്ഞ് മരണം വരെ പറഞ്ഞ് എത്തുന്ന അവസ്ഥയെ സഭ വിളിക്കുന്ന പേരാണ് നരകം. നിരന്തരം, എന്നും എപ്പോഴും ദൈവത്തിലൂടെ നിന്നിലേക്ക് ചൊരിയപ്പെടുന്ന സ്നേഹത്തെ നിഷേധിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പം നമ്മൾ എത്തപ്പെടുന്ന അവസ്ഥയാണ് നരകം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വ്യക്തമായ സുവിശേഷ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യത്തിൻ്റെ ആ വിനിയോഗം എത്ര അധികം പ്രധാനപ്പെട്ടതാണ്. ഓരോ ദിവസവും നമ്മളെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദൈവം
അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നീ ആരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് സുപ്രധാനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഫ്രാൻസിസ് പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ചിന്തയുണ്ട്. പാപ്പ പറയും, ഓരോ ദിവസവും നമുക്ക് ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ സത്യത്തിൽ പ്രലോഭനങ്ങൾ ഭയകാരണങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ജയിക്കാനുള്ളൊരു സാധ്യതയാണ്. അതെങ്ങനെയാണ്? പ്രലോഭകൻ പിശാചാണ്. പാപത്തിലേക്ക്, ലോകത്തിൻ്റെ ആകർഷണങ്ങളിലേക്ക്, പെട്ടെന്ന് ജയിക്കാനുള്ള മാർഗങ്ങളിലേക്ക്, സഹോദരനെ തോൽപ്പിക്കാനുള്ള, വെറുപ്പിൽ മുങ്ങാനുള്ള സാഹചര്യങ്ങളിലേക്ക്, അശുദ്ധിയുടെ വ്യാപാരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളിലേക്ക് ഒക്കെ അവൻ പ്രേരണയും പ്രലോഭനവും തരുമ്പം, പ്രിയപ്പെട്ട ഒരു ദൈവം എങ്ങനെയാണ് ജയിക്കുന്നത്? ദൈവം ജയിക്കാനുള്ള സാധ്യത എന്താണ്? ഒരു ദൈവമകൻ, ഒരു ദൈവമകള് ചിന്തിക്കണം, ഞാൻ ദൈവത്തിൻ്റെതാണ്. ഞാൻ യാത്ര ചെയ്യുമ്പം ഞാൻ എടുക്കേണ്ട തിരഞ്ഞെടുപ്പ് എൻ്റെ ദൈവമാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് മുമ്പിൽ കൃത്യമായൊരു തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യത വന്നു നിൽക്കുകയാണ്. പാപ്പ പറയാണ്, നമ്മൾ പരിശുദ്ധാത്മാ സഹായത്തോടെ, നമുക്ക് കിട്ടിയ വചനത്തിൻ്റെ അനുഗ്രഹത്തോടെ, സഭയുടെ ഒരു മകൻ മകളെന്ന നിലയിൽ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പം, പ്രിയപ്പെട്ടവരെ, ദൈവം ജയിക്കും. അപ്പം ആ മകനെ മകളെ ഓർത്ത് സന്തോഷിക്കും. കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെട്ടവളെന്ന് നിരന്തരം പറയാൻ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുത്താൽ നമ്മൾ എത്തപ്പെടുന്ന ഇടമാണ് വിശുദ്ധ സ്വർഗം. ബോധപൂർവം നിരന്തരം മരണം വരെ ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കും, എൻ്റെ സൗകര്യം അനുസരിച്ച് ജീവിക്കും. 1947 എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ തോന്നുംപടി നമ്മുടെ ജീവിതത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും നമ്മുടെ പ്രേരണകൾക്കും മാത്രം വഴങ്ങി സുവിശേഷമായിട്ട് യാതൊരു ബന്ധമില്ലാതെ തിരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കുമ്പം നമ്മൾ ബോധപൂർവ്വം ഉപേക്ഷിച്ച്, ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന പ്ലേസാണ് നരകം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിധി. നമുക്കത് തീരുമാനിക്കാൻ ദൈവ സ്വാതന്ത്ര്യം തന്നതും സ്നേഹം കൊണ്ടാണ്. കാരണം നമ്മൾ റോബോട്ടുകളല്ല. നമ്മൾ ദൈവത്തിൻ്റെ ബോധമുള്ള, ബുദ്ധിയുള്ള, ചിന്തയുള്ള, ആലോചനയുള്ള, ബഹുമതിയുള്ള, എല്ലാ വിധത്തിലും ആദരിക്കപ്പെടുന്ന വ്യക്തികളാണ്. അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. നമ്മളെടുക്കുന്ന തിരഞ്ഞെടുപ്പിന് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നിർണായകമായി സ്വാധീനിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ, ഓരോ തിരഞ്ഞെടുപ്പുകളും സുവിശേഷ അധിഷ്ഠിതമാകണമെങ്കിൽ സുവിശേഷമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം, സഭയായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം, സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഈശോ മിശിഹായെ നമ്മൾ നിരന്തരം സ്നേഹിക്കണം. അതുകൊണ്ട് ഈ യാത്ര നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് ഓരോരുത്തർക്കുള്ള ഈശോയോടുള്ള ബന്ധത്തെ നമ്മൾ വീണ്ടും വീണ്ടും ഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, CCC കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1934 നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗേഹന്നയെപ്പറ്റി യേശു കൂടെ പറയുന്നുണ്ട്. തൻ്റെ മാലാഖമാരെ താൻ അയക്കുമെന്നും അവർ തിന്മ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമെന്നും അവരെ തീച്ചൂളയിലേക്ക് എറിയുമെന്നും ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്നകന്ന് നിത്യാഗ്നിയിലേക്ക് അകന്ന് പോകുവിൻ എന്ന ശിക്ഷാവധി പ്രഖ്യാപിക്കുമെന്നും ഈശോ താക്കീത് ചെയ്തു. പ്രിയപ്പെട്ടവരിത് അച്ഛൻ ആദ്യമേ ഓർമ്മിപ്പിച്ച കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. യേശുവാണ് ഈ ഭൂമിയിൽ നമ്മോട് വ്യക്തമായി നരകമുണ്ടെന്ന് പറഞ്ഞത്. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ അതേ കർത്താവാണ് ആവർത്തിച്ച്, മക്കളെ നിങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണം, നരകം നിത്യമായതാണെന്ന്, എന്നേക്കുമായിട്ടുള്ളതാണെന്ന്, അതിന് മാറ്റമില്ല എന്ന്, അത് നിരന്തരം ദൈവമക്കൾ ശ്രദ്ധിച്ച് ആ യാത്രയെ നിരന്തരം ഒഴിവാക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച്, നമ്മൾ മക്കൾ ഒരാൾ പോലും ആ പരിസരത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ കർത്താവാണെങ്കിൽ, പ്രിയപ്പെട്ടവരിത് സത്യമായി സ്വീകരിക്കാൻ നമുക്ക് ശക്തി ഉണ്ടാകട്ടെ. മറ്റാര് എന്ത് പറയുന്നതിനേക്കാൾ മുകളിൽ ഈശോ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളൊരാളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നരകത്തെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. സുവിശേഷത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, സുവിശേഷം ഈശോയുടെ വചനവും ഈശോയുടെ പ്രവർത്തനങ്ങളും ആണെന്ന് സത്യമായി നീ വിശ്വസിക്കുന്നുവെങ്കിൽ, സുവിശേഷം ആവർത്തിച്ച് പറയുന്നു, ഈ ഭൂമിയിൽ നമ്മോടൊപ്പം യാത്ര ചെയ്ത് നമ്മളെ സ്വർഗത്തെക്കുറിച്ച്, ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച് ഈശോ ആവർത്തിച്ച് പറയുന്നു, നരകമുണ്ട്, അത് നിത്യമാണ്, അതിലേക്ക് എൻ്റെ ഒരു മകനും മകളും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മക്കളെ, എൻ്റെ അടുക്കലേക്ക് വാ, എൻ്റെ ഹൃദയത്തിൽ ജീവിക്ക്,
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ തിരിച്ചറിവോടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് നന്നായിട്ട് ആഗ്രഹിക്കാം. വീണ്ടും പ്രിയപ്പെട്ടവരെ, സഭ വീണ്ടും പഠിപ്പിക്കുന്ന കാര്യം 1035 ഖണ്ഡിക പഠിപ്പിക്കുകയാണ്. നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരക പാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡ അനുഭവിക്കും. നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിനുള്ള എന്നേക്കുമായ വേർപാടാണ്. ദൈവത്തിൽ മാത്രമാണല്ലോ മനുഷ്യനും ജീവനും സന്തോഷവും ഉണ്ടാകുന്നത്. മനുഷ്യന് ജീവനും സന്തോഷവും ഉണ്ടാകുന്നത് അതിനുവേണ്ടിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നരകത്തിലെ ഏറ്റവും വലിയ പീഡ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കടുത്ത ചൂട് അല്ല. അത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അവിടുത്തെ ഏറ്റവും വലിയ ദുഃഖം അത് എന്നേക്കുമായി ദൈവത്തിൽ നിന്നുള്ള വേർപാടിൻ്റെ സ്ഥലമാണ്. ദൈവത്തെ ഈ ഭൂമിയിൽ ഒരാൾ നിരന്തരം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ആ ആൾ ബോധപൂർവം ദൈവം ഇല്ലാത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകുമ്പം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടിൻ്റെ നിത്യമായ വേദനയിലേക്ക്, നിത്യമായ ആ തണുപ്പിലേക്ക്, മരവിപ്പിലേക്ക്, ആ സ്നേഹം ചൂട് നഷ്ടപ്പെട്ട ആ ഇടത്തിലേക്ക് ഒരാൾ എത്തപ്പെടുന്നു. ആ ഒരു വേദന മനസ്സിലാക്കണമെങ്കിൽ അത് ഈ ഭൂമിയിൽ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാവത്തില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ എന്തുമാത്രം കുറവുള്ളവരാണെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ ഒരു തണുപ്പ് വീണ്ടും നമ്മുടെ ആത്മാവിൽ അവശേഷിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും വിശദീകരിക്കപ്പെടാനും മാനസാന്തരപ്പെടാനുള്ള സാധ്യത, പ്രിയപ്പെട്ടവരെ, മരണം വരെ നമുക്കൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് മരണം വരെ ഒരാളെ നമ്മൾ വിധിക്കരുതെന്ന് പറയുന്നത്. വീണ്ടും രക്ഷപ്പെടാനുള്ള സാധ്യത ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് ചിന്തിക്കുന്നവരുടെ ജീവിതങ്ങളിലുണ്ട്. അതുകൊണ്ട് ആരെയും വിധിക്കരുത്. നമ്മൾ മുതിർന്നവരൊക്കെ ചിലപ്പം നശിച്ചു പോകും, ചില വാക്കുകളൊക്കെ പറയത്തില്ലേ, ആ വാക്കുകൾ നമ്മൾ ഒരിക്കലും ആരെക്കുറിച്ചും പറയരുത്. സാധാരണ ജീവിതത്തിലും പറയരുത്, അസാധാരണമായിട്ടും പറയരുത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ അവളിൽ അപ്പോഴും കുടികൊള്ളുന്നുണ്ട്. പക്ഷേ എന്നേക്കുമായിട്ട് അത് നഷ്ടപ്പെടുന്നത് മരണത്തിൽ. ഒരാൾ ബോധപൂർവമുള്ള അയാളുടെ സ്വാതന്ത്ര്യത്തെ, ദൈവത്തെ നിരന്തരം നിഷേധിച്ചുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്ത് ദൈവം വേണ്ടാന്ന് വളരെ ഗൗരവമായ ബോധ്യത്തോടെ നിരന്തരം പറഞ്ഞ് എത്തപ്പെടുന്ന ഇടമാണ് നരകം. അവിടുത്തെ ഏറ്റവും വലിയ ദുഃഖം, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, അത് ദൈവം എന്നേക്കുമായിട്ടില്ലാത്ത, ദൈവത്തെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട ഇടമാണത്. അവിടെ ദൈവം ഇല്ലയെന്ന് പറയുമ്പം ബാക്കി വിശേഷങ്ങൾ പറയണ്ടല്ലോ. ദൈവം ഇല്ലാത്തിടത്ത് എല്ലാ ഡിസോർഡറും അത് എന്നേക്കുമായിട്ടാണ് എന്നുള്ള ചിന്ത മാത്രം മതി, പ്രിയപ്പെട്ടവരെ, ചാടി എഴുന്നേൽക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ രഹസ്യം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയവരാണെങ്കിൽ, പ്രിയപ്പെട്ട ഒരു വചനം നമുക്ക് എന്തുമാത്രം ശക്തി തരുമെന്നറിയാവോ? ഒരു വചനം അച്ഛന് ഈ സമയം ഓർമ്മിപ്പിക്കാം. ഹെബ്രായ ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലുമൊക്കെ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെങ്ങനെ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ജീവിക്കണം. ഫിലിപ്പി ലേഖനം 2:12 നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്: എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇരുളിലും മറവിലും മുറിയിലും പുറത്തും എല്ലായിടത്തും ഈ വചനം ശ്രദ്ധിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് സൂര്യവെട്ടത്തേക്കാൾ വെട്ടമുള്ളതാണ്. മറ്റുള്ളവർ കാണുന്നോ കാണാതിരിക്കുന്നോ ഒന്നും വിഷയമല്ല. എല്ലാം ഇപ്പോഴും ദൈവസാന്നിധ്യത്തിൻ്റെ സ്നേഹം കൊണ്ട് കൂട്ടിമുട്ടിയ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു വിറയൽ, ആദരവ്, ബഹുമാനം ദൈവവചനത്തോടും ദൈവ പ്രസൻസിനോടും വേണം. ഗോഡ്സ് പ്രസൻസ് ഈസ് ഓൾവേസ് വിത്ത് അസ്. അവൻ്റെ സാന്നിധ്യം ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. ആ പ്രസൻസ് പ്രിയപ്പെട്ടവരെ കിട്ടിയാൽ നമ്മൾ വിശുദ്ധരാകും. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആത്മീയ ഗുരുക്കന്മാർ നിരന്തരം പറയുന്നൊരു വിഷയമായിരുന്നു, ദൈവ സാന്നിധ്യ സ്മരണ കിട്ടിയാൽ നീ ഒരിക്കലും പാപം ചെയ്യത്തില്ല. നമുക്കത് കൃപയായിട്ട് കിട്ടാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. ദൈവസാന്നിധ്യം കിട്ടിയാൽ എങ്ങനെ പാപം ചെയ്യും?
നമ്മളൊരു കുറവ് ചിന്തിക്കുമ്പോൾ പോലും കർത്താവ് അടുത്ത് എന്ത് മണ്ടത്തരമാണ് ചിന്തിക്കുന്നത്, എന്താ ഇങ്ങനെയൊക്കെ, നീ ഒരു അച്ഛനല്ലേ, നീ സിസ്റ്ററല്ലേ, നീ ദൈവ പൈതലല്ലേ, നീ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതല്ലേ, നീ ഒരപ്പനല്ലേ, നീ അമ്മയല്ലേ എന്നൊക്കെ കർത്താവ് നമ്മളോട് ചോദിക്കും, പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കും. പിന്നെ നമ്മൾ എങ്ങനെ ശരിയാകാതിരിക്കും? ദൈവസാന്നിധ്യം കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ തന്നെ വിറയിൽ വന്നോളും, വിറ ഉണ്ടാക്കണ്ട. പ്രിയപ്പെട്ട അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക. അതൊരു ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. അത് ആഗ്രഹിക്കുന്നവർക്ക് ഈശോ തരും. ദൈവസാന്നിധ്യത്തിൻ്റെ ചുവട്ടിലിരുന്ന് ശീലിച്ചാൽ ദൈവസാന്നിധ്യം നമ്മുടെ ആത്മാവിലെത്തും. കുർബാന സ്വീകരിക്കുന്ന എന്നുള്ള ബോധ്യം അത് വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റു പറഞ്ഞാൽ ആ ദൈവസാന്നിധ്യം നമ്മളെ തൊടും. പ്രിയപ്പെട്ടവർ, അതാണ് ഏറ്റവും വലിയ പരിഹാരം. ദൈവസാന്നിധ്യം കിട്ടിയാൽ പിന്നെ വിശുദ്ധരാകാൻ വേണ്ടി വേറെ ഒത്തിരി ക്ലാസ്സുകൾ വേണ്ട. ആ ദൈവസാന്നിധ്യം നമ്മളെല്ലായിടത്തും കൊണ്ടുപോകും. നമ്മൾ ഏത് നാട്ടിൽ പോയാലും, അത് ഏത് വിദൂര വിദേശ രാജ്യമാണെങ്കിലും, നമ്മളവിടെ അജ്ഞാതരാണെങ്കിലും, നമുക്കവിടെ ഒരഡ്രസ്സും ഇല്ലെങ്കിലും, നമ്മളെ ആർക്കും അറിയത്തില്ലെങ്കിലും ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം നമ്മൾ നമ്മുടെ ആത്മീയ ബോധ്യത്തിൽ തന്നെ ജീവിക്കും. ആ ഒരു അനുഗ്രഹം കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെക്കുറിച്ച് പിന്നെ ആശങ്കപ്പെടേണ്ട. അവരെ ഏത് സ്ഥലത്തും വിടാം. സ്ഥലങ്ങളൊന്നും അച്ഛൻ പറയുന്നില്ല. അത്തരം സ്ഥലങ്ങളിൽ വിടാൻ ചിന്തിക്കുമ്പോൾ തന്നെ പേടിക്കുന്ന മാതാപിതാക്കളുണ്ട്. എൻ്റെ മകൾ നശിച്ചു പോകത്തില്ലേ? ഇല്ല, ദൈവസാന്നിധ്യം കിട്ടണം. പക്ഷേ ആ ദൈവസാന്നിധ്യം കുഞ്ഞിനെ വളർത്തിയാൽ പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട അപ്പ, ഏത് സ്ഥലത്തോട്ടും വിട്ടോ, അവിടെ എൻ്റെ കുഞ്ഞ് സുവിശേഷം പറയും. ഇന്ന് പ്രിയപ്പെട്ടവരെ, അച്ഛനൊരു കാര്യം, ഒരു സന്ദേശം പോലെ പറയുകയാണ്, ആത്മീയ ബോധ്യത്തിൽ പറയുകയാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടിയൊക്കെ അവരുടെ യാത്രകളെ ഇങ്ങനെ പ്രാർത്ഥനാ വിഷയമാക്കി വല്ലാതെ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ട്. ഇപ്പം വിസ കിട്ടാൻ വേണ്ടി, പാസ്പോർട്ട് റെഡിയാകാൻ വേണ്ടി, IELTS കിട്ടാൻ വേണ്ടി ഒക്കെ ആൾക്കാരിങ്ങനെ ആവർത്തിച്ച് ഞെരുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പം അതൊക്കെ വേഗം റെഡിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഒരു ബോധ്യം പറയുകയാണ്. അതെന്താണ്? സുവിശേഷം പറയാൻ വേണ്ടി പോകുന്ന കാര്യം ആലോചിക്കുക. എവിടെ പോയാലും സുവിശേഷം പറയുമെന്ന് തീരുമാനം എടുക്കുക. വചനമുണ്ട്, ലോകത്തിൻ്റെ അതിർത്തി വരെ ദൈവം നിന്നെ അയക്കും. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ആകണം ജീവിതം. സുവിശേഷം പറയാനല്ലെങ്കിൽ എവിടെയും പോകരുത്. സുവിശേഷം പറയാൻ വേണ്ടി പോകാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ ദൈവം നിന്നെ അവിടെ എല്ലാം ഉപയോഗിക്കും. അവിടെ വെറുതെ മക്കളെ അവിടെ ഇവിടെയൊക്കെ അയക്കാൻ വേണ്ടി നാല് ദിക്കുകളിൽ ഓടി നടന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനം സുവിശേഷത്തിൻ്റെ ശക്തിയില്ലാത്ത, സാക്ഷ്യത്തിൻ്റെ കൃപയില്ലാത്ത യാത്രയിലാണ്. ഈ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് മക്കളെ 4 ദിക്കുകളിലേക്ക് അയക്കുന്നതെങ്കിൽ വലിയ വിഷമത്തിലൂടെ അനേകർ കടന്നു പോകുന്നുണ്ട്. ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് ഇതിനെ ഒന്നും അടുത്ത് കിട്ടത്തില്ല, ഇതിൻ്റെ ഒരു സഹായവും കിട്ടത്തില്ല, ഇതിൻ്റെ ഒരു സാന്നിധ്യവും കിട്ടത്തില്ല. പിന്നെ നമ്മളെ നോക്കുന്നത് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ മനുഷ്യരൊക്കെ ആയിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് വില കൊടുക്കാനുള്ള ആ വലിയ ബോധ്യം മക്കൾക്ക് കൊടുത്തുകൊണ്ട് സാക്ഷിയാകണം, സുവിശേഷം പറയണം, ഈശോയെ പങ്കുവെക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ള തിരിച്ചറിവ് കൊടുത്തിട്ടാണ് മക്കളെ പല ദിക്കുകളിലേക്ക് അയക്കുന്നതെങ്കിൽ അവർ സഭയ്ക്ക് അനുഗ്രഹമാകും, സമൂഹത്തിന് അനുഗ്രഹമാകും, ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹമാകും, ആത്യന്തികമായിട്ട് അവളുടെ ആത്മാവിന് അവൾ അനുഗ്രഹമാകും. ഈ തിരിച്ചറിവ് നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചേ വ്യത്യാസം വരും, കാര്യങ്ങൾ മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൗതികമായിട്ട് മാത്രം കാര്യങ്ങളെ കണ്ടുകൊണ്ടുള്ള നമ്മുടെ യാത്രകൾ അവസാനിപ്പിക്കാനുള്ള നേരമായി, കാലമായി എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്രമാത്രം വിലയുണ്ട് സുവിശേഷം. ഇങ്ങനെ ചിലപ്പോൾ ആളുകൾക്ക് ഒരു സംശയം തോന്നാം, നിത്യസത്യങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിച്ചിട്ട് ഗൗരവമായി ധ്യാനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യത്തില്ലേ? അങ്ങനെയല്ല. സത്യത്തിൽ നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവിതത്തിനും വലിയ ശക്തി കൂടും. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കൂടുതൽ സൂക്ഷ്മതയിൽ ചെയ്യും, കൂടുതൽ സ്നേഹത്തിൽ ചെയ്യും. ഈ കൊറോണ കാലത്ത് അനേകം മക്കൾ സങ്കടപ്പെട്ട ഒരു കാര്യം അച്ഛൻ പറയാം. ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ അടുത്ത വേദന പ്രിയപ്പെട്ടവരടുത്ത് കാണാൻ പല സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ അവരുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ച അറിവിലും തൊട്ടരികിൽ സംഭവിച്ച ചില സംഭവങ്ങളിലുമൊക്കെ കണ്ട ഒരു സാഹചര്യം മുൻപിൽ കണ്ടുകൊണ്ട് അച്ഛനൊരു കാര്യം പറയുക. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുമ്പം അത് നമുക്കൊരു പാഠമാകണം. ഇന്ന് തൊട്ടരികിൽ നിൽക്കുന്നവരെ ഒന്ന് നോക്കിക്കേ, അവർ നമുക്കിപ്പോൾ തൊട്ടരികിലുണ്ട്. ഇന്ന് തൊട്ടരികിൽ നിൽക്കുന്നവരെ അല്പം കൂടി ഒന്ന് ചേർത്ത് പിടിച്ചേ, അല്പം കൂടെ ഒന്ന് സ്നേഹിച്ചേ, അല്പം കൂടെ അവരെ ഒന്ന് കരുതിക്കേ, അവരുടെ നന്മ ഒന്ന് മനസ്സിലാക്കിക്കേ, അതൊന്ന് പറഞ്ഞേ, അവരൊന്ന് നിങ്ങളുടെ സ്നേഹം അറിയട്ടെ, അതൊന്ന് എക്സ്പ്രസ് ചെയ്തേ.
അത് പ്രിയപ്പെട്ടവരെ വൈകാൻ പാടില്ല. വൈകിയാൽ അത് പിന്നീട് ഒരിക്കലും ചിലപ്പം കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഈ കാലം പഠിപ്പിക്കുന്ന ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വില അറിയാം, അവർക്ക് ആ സ്നേഹം പങ്കുവെക്കാൻ. അവർ വിലയുള്ളവരാണെന്ന്, നീ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആളാണെന്ന് ജീവിത പങ്കാളിയോട് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? മോളെ, നീ പിറന്ന സമയം മുതലാണ് നമ്മുടെ വീടിന് സത്യത്തിൽ പുഞ്ചിരി വിരിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയോട് അപ്പനോട് അടുത്തിരുന്ന് അരികിലിരുന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായി? ഞാൻ ഓർമ്മിക്കുന്നൊരു കുഞ്ഞു സംഭവം, പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ എന്നേക്കാൾ ഒത്തിരി മുതിർന്ന ഒരു ചേട്ടൻ എൻ്റെ കാൽപാദത്തിൽ പൊട്ടി കരഞ്ഞുകൊണ്ട് ആ കാലേക്ക് ഇങ്ങനെ വീണ് കിടക്കുക. ഞാൻ ചേട്ടാ എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട്, അച്ഛാ അമ്മ ക്ഷമിച്ചു എന്ന് അച്ഛൻ പറയുകയാണ്, ഞാൻ എഴുന്നേക്കാം എന്ന് പറയുക. എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ, അന്ന് കൊറോണ ഒന്നും ഇല്ല, ഈ മനുഷ്യൻ ഇന്നല്ലേ യാത്രകൾക്കൊക്കെ തടസ്സമുള്ളത്, അന്ന് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഈ മനുഷ്യനെ പ്രിയപ്പെട്ട അമ്മ ആവർത്തിച്ച് ഗൾഫിൽ ജോലി ചെയ്യുന്ന മകനെ, മോനെ നിന്നെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് പല മാസങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനിങ്ങനെ ജോലി തിരക്ക്, അടുത്ത പ്രോജക്റ്റ് ഒക്കെ പറഞ്ഞ് അമ്മയുടെ വാക്കുകളെ വിട്ട് കളഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും അമ്മ വിങ്ങിപ്പൊട്ടി ആ തൊട്ട് തലയാഴ്ച വീണ്ടും വിളിച്ചു, മോനെ എനിക്ക് വല്ലാതെ ഒരു ആഗ്രഹത്തോടെ നിന്നെ കാണണോടാന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിയട്ടെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഒരു ഫോൺ വരുന്നത് അനുജൻ്റെ ഫോണാണ്. അമ്മ പോയി, ചേട്ടൻ വരുമോ? ചേട്ടൻ വന്നു, പിന്നെ തിരിച്ചു പോകാൻ പറ്റുന്നില്ല. ചേട്ടൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അച്ഛൻ്റെ കാൽപാദത്തിൽ വീണ് കിടന്ന് ചോദിക്കണം, അമ്മ ക്ഷമിക്കൂ അച്ഛാ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല, അമ്മ ആവർത്തിച്ച് പറഞ്ഞ നിന്നെ കാണണമെന്ന്, കാണാൻ പറ്റിയില്ല അച്ഛാ, കബറിടത്തിൽ പോകാനേ പറ്റിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കൂടെ അരികിലുള്ളപ്പം അവരുടെ വില അറിഞ്ഞ് സ്നേഹിച്ചിരുന്നെങ്കിൽ കുറ്റബോധമില്ലാതെ നമുക്ക് വേർപിരിയുമ്പം നമുക്ക് യാത്ര ചെയ്യാമായിരുന്നു. ഒപ്പം ഉള്ളപ്പോൾ സ്നേഹിച്ചു, കണ്ടുമുട്ടി, മിണ്ടിയും പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവം നമുക്ക് കൂട്ടായിട്ട് തന്നവരെ നമ്മൾ ആ സ്നേഹം കൊടുക്കാനുള്ളതാണ്. അരികിലുള്ളവർക്ക് വില കൊടുക്കാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അരികിലുള്ളവരുടെ വില അറിഞ്ഞ് അല്പം കൂടി സ്നേഹത്തോടും പുഞ്ചിരിയോടും കരുണയോടും കൂടെയൊക്കെ നമ്മൾ വർത്തിച്ചിരുന്നെങ്കിൽ, കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിച്ച് അതിങ്ങനെ വാരാഘോഷം പോലെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് വീണ്ടും വീണ്ടും പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ച് യാത്ര ചെയ്യുന്നതിന് പകരം നന്മകളെ വീണ്ടും ഉറപ്പിച്ച് വീണ്ടും വീണ്ടും കുറവുകളെ വിസ്മരിച്ച് യാത്ര ചെയ്യാൻ ഈശോനാഥൻ നമ്മളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സത്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പം പ്രായോഗികമായിട്ട് അത്തരം ചില ബോധ്യങ്ങളൂടി കർത്താവ് ഈശോ നമുക്ക് തരട്ടെ. വീണ്ടും പ്രിയപ്പെട്ടവരെ, നിത്യനരകത്തെക്കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിക്കുമ്പം അവസാനമായിട്ട് പറയുന്ന ഈ ചിന്ത നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. 1036 ഖണ്ഡികയിലെ തമ്പുരാൻ്റെ സഭ പഠിപ്പിക്കുകയാണ്, തൻ്റെ നിത്യമായ ഭാഗധേയം മുന്നിൽ കണ്ടുകൊണ്ട് സ്വാതന്ത്ര്യം ഉപയോഗിക്കുവാൻ മനുഷ്യനുള്ള ഉത്തരവാദിത്വത്തിലേക്കുള്ള ആഹ്വാനമാണ് നരകത്തെ സംബന്ധിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ പ്രസ്താവനകളും സഭാപ്രബോധനങ്ങളും. അവ അതേസമയം മാനസാന്തരത്തിലേക്കുള്ള അടിയന്തര സ്വഭാവമുള്ള ഒരു വിളി കൂടിയാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, എന്തെന്നാൽ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലേക്ക് കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യം സഭ പഠിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ നന്നായി ഉത്തരവാദിത്വ ബോധത്തോടെ സ്വീകരിക്കാൻ കർത്താവിൻ്റെ സഭ ഓർമ്മിപ്പിക്കുന്നു. കാരണം മാനസാന്തരപ്പെടാതെ നിരന്തരം ദൈവത്തിന് മുമ്പിൽ മർദ്ദലിക്കുന്ന ഒരു ജീവിതമാണ് നിത്യനരകാഗ്നിയിലേക്ക് അകപ്പെട്ടു പോകുന്നത്. ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, ഒരനർത്ഥം പോലെ ഒരു ദുരന്തം പോലെ സംഭവിക്കുന്ന കാര്യമല്ല നരകം. ആവർത്തിച്ച് നിരന്തരം നിൻ്റെ ദൈവത്തെ നിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നീ ഉപേക്ഷിക്കുമ്പം നീ ബോധപൂർവ്വം തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിതം ക്രമപ്പെടുത്താൻ ക്രമീകരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് കർത്താവിൻ്റെ സഭ പഠിപ്പിക്കുന്നു. ആ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുമ്പം സഭ പഠിപ്പിക്കുകയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ യാത്ര പോകുന്നതാണ് സ്വർഗം എന്നാണ് കർത്താവ് പറഞ്ഞത്. എളുപ്പമുള്ളത് ആലസ്യത്തിൽ, അലസതയിൽ, ഇഷ്ടം പോലെ തോന്നിയതുപോലെ ചെയ്യുന്ന യാത്രകൾക്കൊക്കെ പിന്നീട് വില കൊടുക്കേണ്ടി വരും. മനസ്സ് പറയുന്നത് പോലെ, ശരീരം പറയുന്ന പോലെ, ലോകം പറയുന്നത് പോലെ, കണ്ണ് പറയുന്നത് പോലെ, നമ്മുടെ രുചിക്കൂട്ടുകൾക്കനുസരിച്ച്, ആകർഷണം അനുസരിച്ച് യാത്ര ചെയ്താൽ അപകടമാണ്. സുവിശേഷം പറയുന്നത് പോലെ യാത്ര ചെയ്യാൻ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്ന പോലെ യാത്ര ചെയ്യാൻ തയ്യാറായാൽ ജീവിതം വ്യത്യാസപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിന് ഇമ്പകരമായതും
കരങ്ങൾക്ക് രുചികരമായിട്ട് സ്പർശനത്തിന് സന്തോഷം തരുന്നതും നമ്മുടെ അധരങ്ങളുടെ രുചികളും ഒക്കെ മാത്രമായിട്ട് യാത്ര ചെയ്യാൻ മാത്രം നമ്മൾ ഭോഷന്മാരല്ല എന്ന് നമ്മുടെ ആത്മാവിനോട് നമ്മൾ നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് യാത്ര ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഒരു കാര്യം അച്ഛൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഉത്തരവാദിത്തം എടുക്കാൻ സഹായിക്കുന്ന ഒരു ആത്മീയ ബോധ്യം അച്ഛൻ പറയുകയാണ്. സത്യത്തിൽ കർത്താവായ ദൈവം ഉൽപ്പത്തിയിൽ ആദ്യ അപ്പനോടും അമ്മയോടും ആദ്യ മനുഷ്യനോട്, നമ്മുടെ ആദ്യ പൂർവ്വപിതാവായ ആദത്തോട് ഹവ്വായോട് പറയുന്ന വാക്കുണ്ടല്ലോ, ഈ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, നന്മ തിന്മകളുടെ വൃക്ഷമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവർ ചിന്തിക്കുക, നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ നന്മ തിന്മ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളല്ല, അത് തിരഞ്ഞെടുത്ത് തരേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ എല്ലാ തീരുമാനങ്ങളും ഇരിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട, ആ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനെല്ലാം മുമ്പ് കർത്താവിനോട് സഹായം ചോദിക്കണം. കർത്താവ്, ഞാനത് ചെയ്യേണ്ടതാണോ? ഞാനത് പഠിക്കാൻ പൊക്കോട്ടെ, ഈ കാര്യത്തിന് ഞാൻ ഇറങ്ങിക്കോട്ടെ. കർത്താവിനോട് പ്രേരണ ചോദിക്കുന്ന, കർത്താവിനോട് ചോദ്യം ചോദിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട, കർത്താവ് സംസാരിക്കുന്ന അനുഭവം നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടാത്ത കർത്താവ് എടുത്തു മാറ്റും, തടസ്സം തരും, അത് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് കർത്താവിനോട് സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാനുള്ള താല്പര്യം പ്രിയപ്പെട്ട നമുക്കുണ്ടാകട്ടെ. ഉത്തരവാദിത്ത ബോധത്തോടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ദൈവമേ, നീ പറയുന്ന കാര്യം ഞാൻ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു നന്മ ഉണ്ടാകട്ടെ. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം ഒരുക്കിയ ഒരു ഡിസൈനുണ്ട്, ദൈവം ഒരുക്കിയ ഒരു മനോഹരമായ ദൈവക്രമമുണ്ട്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നു, ആത്മാവ് മനസ്സിനോട് പറയുന്നു, അത് ശരീരം അനുസരിക്കുന്നു. അതാ ദൈവത്തിൻ്റെ ക്രമം. അവിടെയാണ് ശരിയായ പാതകളിലൂടെയുള്ള നിരന്തരമായ യാത്ര നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ എപ്പോഴും ക്ഷീണമല്ലേ? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാനുള്ള ക്ഷീണത്തിൻ്റെ കാരണം? നന്മ ചെയ്യാനുള്ള ക്ഷീണത്തിൻ്റെ കാരണം, ഉത്സാഹം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ശരീരം പറയുന്നത് അനുസരിക്കുക. ഇന്ന് നമ്മൾ പോകുന്ന രീതി പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിച്ച രീതിയല്ല. അതിൻ്റെ വചന ഉദാഹരണങ്ങളൊന്നും അച്ഛൻ ഇപ്പോൾ പറയുന്നില്ല, അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട്. പക്ഷെ അതിൻ്റെ കൃത്യമായ ക്രമം പറയാണ്. നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു, നമ്മുടെ ആത്മാവ് അത് മനസ്സിനോട് പറയുന്നു, മനസ്സ് അതനുസരിച്ച് ശരീരത്തെ പ്രത്യേകമായ പ്രേരണ കൊടുത്ത് അതനുസരിക്കാൻ നിർബന്ധിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തിയൊക്കെ അപ്പോഴാണ് കിട്ടുന്നത്. ജാഗരണ ഇരിക്കുമ്പോൾ മടിക്കാതെ പോകുന്നതിൻ്റെ കാരണം അതാ. അഭിഷേകം കിട്ടിക്കഴിയുമ്പം നമ്മൾ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നതിൻ്റെ കാരണം അതാ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ രുചി അനുസരിച്ച് മനസ്സിനോട് പറയുന്നു, അത് മനസ്സ് നിരന്തരം അനുസരിക്കുന്നു. അപ്പോൾ ശരീരത്തിന് ഇമ്പം അനുസരിച്ച് ശരീരം പോവും, പക്ഷേ ആത്മാവ് മരിക്കും. പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ സമാധാനം കെട്ടുപോകും, സന്തോഷം കെട്ടുപോകും, യാത്രകളെല്ലാം അപകടമായിട്ട് മാറും. തെറ്റായ സ്വാധീനങ്ങളിലും ദുശീലങ്ങളിലും അടിമത്തങ്ങളിലും അതിന് തഴക്കദോഷങ്ങളിലൊക്കെ അകപ്പെട്ട് പിന്നെ ശരീരത്തിൻ്റെ അടിമയായിട്ട് നമ്മുടെ ജീവിതം മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാത്ര ചെയ്യേണ്ടത് വ്യത്യസ്തമായിട്ടാണ്. അത് കർത്താവ് പറഞ്ഞനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കടമയുണ്ടാകണം. സുവിശേഷം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ക്രമം ദൈവത്തിൻ്റെ ക്രമത്തിലേക്ക് എത്തണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് ഉത്തരവാദിത്തത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് തന്നെ പറ്റുകയില്ല എന്ന് നമുക്ക് അറിയേണ്ട സത്യമാണ്. നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് ഉള്ളിൽ നിന്ന് ഉന്തുമ്പോഴാണ് നമുക്ക് എല്ലാ നന്മകളും ചെയ്യാൻ പറ്റുന്നത്. കർത്താവിൻ്റെ കൃപയുടെ സഹായത്തോടെയാണ് എല്ലാം ചെയ്യാൻ പറ്റുന്ന സത്യം നമ്മൾ തിരിച്ച്. കർത്താവിൻ്റെ കൃപയുടെ ഉന്ത്, ശക്തി, സഹായം നമുക്ക് കിട്ടുമ്പോഴാണ് പ്രിയപ്പെട്ടവർ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിച്ചാൽ നിരന്തരമായ ഉത്തരവാദിത്വത്തോടുകൂടി പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുവാനും സ്വർഗത്തിലേക്കുള്ള യാത്രയെ ക്രമപ്പെടുത്താനും നിത്യതയുടെ തിരിവട്ടം ഒരിക്കലും കെട്ടുപോകാതെ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാനും ദൈവം നമുക്ക് കൃപ തരും. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഈ കൃപ നമുക്ക് കിട്ടും, നമ്മൾ ചെയ്യുന്ന പഠനത്തിൽ ഈ കൃപ നമുക്ക് കിട്ടും. നമ്മൾ ലോകത്തിൻ്റെ സാധാരണ കാര്യങ്ങൾ, അനുദിന ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള അനുഭവം കിട്ടും. കർത്താവിൻ്റെ കൃപയും ക്രമവും നഷ്ടപ്പെടുത്തിയാലോ എല്ലാം ചെയ്യുമ്പോഴും കുറേ പണസമ്പാദനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സമാധാനം ഇല്ലാതെ വരും. കുറേ കഴിയുമ്പം സന്തോഷമില്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ സാധനങ്ങൾ വീട്ടിൽ കൂട്ടി വെച്ചിട്ടുണ്ട്, രുചി എന്ന് തോന്നിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ സമാധാനമില്ല. ചിലപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നാറുണ്ട്, ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമാണ് നമ്മൾ ചിന്തിക്കും. എന്തിൻ്റെ കുഴപ്പമാണ്? പണത്തിന് പണമുണ്ടല്ലോ, വീടിന് വീടുണ്ടല്ലോ, സൗന്ദര്യത്തിന് സൗന്ദര്യമുണ്ടല്ലോ, എല്ലാ മക്കൾക്ക് മക്കളുണ്ടല്ലോ,
പക്ഷെ സമാധാനം മാത്രം ഇല്ലല്ലോ. എൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ലേ? ദൈവമില്ലാത്ത തിരഞ്ഞെടുപ്പുകൾ ആവർത്തിച്ച് ശരീരത്തിന് ഇമ്പം അനുസരിച്ച് എടുത്തപ്പം നരകത്തിലേക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമാധാനം കെടുത്തുന്നത് ദൈവത്തിൻ്റെ ഒരു സ്നേഹം കൂടിയാണ്. കാരണം ആ സമാധാനം ഇല്ലായ്മയെങ്കിലും നിന്നെ തമ്പുരാനിൽ എത്തിക്കണം, പ്രാർത്ഥനയിലേക്ക് വരാൻ കാരണമാകണം. ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കാനുള്ള തിരഞ്ഞെടുപ്പിന് അത് നിർബന്ധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥകളെ ഓർത്ത് ദുഃഖിക്കാതെ ദൈവത്തിലേക്ക് മടങ്ങി വാ, സുവിശേഷത്തിലേക്ക് തിരിച്ചു വാ. അപ്പം സ്വർഗത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ എടുക്കാനുള്ള ശക്തി കിട്ടും. നിത്യനരകം നമ്മൾ പാർക്കേണ്ട ഇടമല്ല. ഒരാൾ പോലും നശിച്ചു പോകണമെന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവത്തെ ബോധപൂർവ്വം നീ തിരസ്കരിച്ചാൽ നിത്യനരകം ഉണ്ടെന്ന് കർത്താവായ ഈശോ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റത്തില്ല. പുതിയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇനി മറ്റൊരു വെളിപാട് വരാനില്ല. മറ്റൊരു വെളിപാട് മറ്റാരെങ്കിലും ഇതിന് വിപരീതമായിട്ട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ ശപിക്കപ്പെട്ടവരാകും. അതെന്തിൻ്റെ കൂട്ടിൽ പറഞ്ഞാലും അത് ശപിക്കപ്പെട്ടതാകും. വ്യക്തത വേണം. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാറുകയില്ല. കർത്താവ് പറഞ്ഞത് മാറുകയില്ല ഒരിക്കലും. ആകാശം ഭൂമി കടന്നു പോയാലും എൻ്റെ വചനത്തിന് മാറ്റം ഉണ്ടാകത്തില്ല. അത് ആര് കുറച്ച് പറഞ്ഞാലും അത് കുറയത്തില്ല. പ്രിയപ്പെട്ടവർ, കർത്താവ് പറഞ്ഞതാ. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതം മാറേണ്ടത്, കർത്താവല്ല മാറേണ്ടത്. സുവിശേഷം ഇനി മാറത്തില്ല. സുവിശേഷം അനുസരിച്ച് ഞാനാ മാറേണ്ടത്. ഈ തിരിച്ചറിവ് മക്കൾക്ക് കിട്ടട്ടെ. ദൈവത്തിൻ്റെ ശക്തിയാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. കൃപയുടെ അഭിഷേകം കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഒരു തള്ളു കിട്ടാൻ വേണ്ടി മക്കൾ ആഗ്രഹിക്കുക. അപ്പോൾ ദൈവശക്തി നമ്മളെ സ്വർഗത്തിലെത്തിക്കും. നമ്മുടെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃപയാൽ ദൈവത്തിൻ്റെ സഹായം കിട്ടുമ്പം ആ കൃപയുടെ സഹായത്തോടെ നിരന്തരം യാത്ര ചെയ്യാൻ ദൈവമക്കൾ നിരന്തരം പരിശ്രമിച്ചാൽ അവൾ വിശുദ്ധനാകും, വിശുദ്ധയാകും. തീർച്ച. അതാണ് സഭയുടെ വിശുദ്ധരുടെ കൂട്ടായ്മയുടെ മഹത്വം. അവരാരും തനിയെ വിശുദ്ധരായതല്ല. ദൈവത്തിൻ്റെ സഹായം കൃപ കിട്ടിയപ്പം പ്രത്യുത്തരിച്ചു, ആമേൻ പറഞ്ഞു, കർത്താവിനെ നോക്കി, സുവിശേഷത്തിൻ്റെ സന്ദേശങ്ങൾ അതേപടി വിശ്വസിച്ചു. സത്യസഭ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങളെ അവരാത്മാവിൽ സ്വീകരിച്ചു. വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, അതിന് വിപരീതമായ ഈ ലോകത്തിൻ്റെ തീർന്നു പോകുന്ന രുചിക്കൂട്ടിലും ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളിലും മതിമറന്നു പോകുന്ന നമ്മുടെ ആഘോഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള കാലമായി. കുഴപ്പമില്ല എന്ന് പറയുന്ന സന്ദേശങ്ങളുടെ പിന്നാലെ പോകരുത്. കർത്താവിൻ്റെ വചനം ജീവിക്കാനുള്ള അഗാധമായ ആഗ്രഹം, പരിശ്രമം, പ്രാർത്ഥന വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. തിരിച്ചറിവ് കർത്താവ് നമുക്ക് തരട്ടെ. വീണ്ടും അവസാനമായിട്ട് കർത്താവിൻ്റെ തിരുസഭ പഠിപ്പിക്കുകയാണ്, നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിലുള്ള മനഃപൂർവ്വമായൊരു പിന്തിരിയലും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുണ്ട്. നിത്യശിക്ഷയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവം ഒരിക്കലും നമ്മൾ ഒരാൾ പോലും നശിച്ചു പോകാൻ, നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ബോധപൂർവം ദൈവത്തെ നിഷേധിക്കുന്ന ഒരാൾ, നിരന്തരം ഉപേക്ഷിക്കുന്ന ഒരാൾ, തെരഞ്ഞെടുപ്പുകൾ നിരന്തരം സ്വർഗത്തിന് വിപരീതമായി, സുവിശേഷത്തിന് വിപരീതമായി എടുക്കുന്ന ഒരാൾ, അയാൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് പ്രിയപ്പെട്ടവരെ നിത്യനരകം. ദൈവം എടുക്കുന്നതല്ല. ദൈവം നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലാണ്. അതിനുള്ള വില കൊടുക്കലാണ് മിശിഹായുടെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശു മരണം. വില കൊടുത്താണ് ദൈവം നമ്മളെ സ്വർഗത്തിൽ സ്വന്തമാക്കിയത്. നശിച്ചു പോകാൻ സാധ്യത ഉണ്ടായിരുന്ന എന്നെയും നിങ്ങളെയും വില കൊടുത്ത് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും പറഞ്ഞു തന്നെ. പ്രിയപ്പെട്ടവരത് വ്യക്തമായി ബോധ്യം കിട്ടണമെങ്കിൽ നമ്മൾ തകർന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലൂടെയും കർത്താവ് കടന്നു പോയി. ഇസ്രായേൽ തകർന്നിടത്ത് കർത്താവ് അതിലൂടെ യാത്ര ചെയ്തിട്ട് അവിടെ ജയിച്ചു കാണിച്ചു. ഇസ്രായേൽ മരുഭൂമിയിൽ പലവട്ടം പരാജയപ്പെട്ടു. കർത്താവ് മരുഭൂമിയിലൂടെ കർത്താവ് കടന്നു പോയിട്ട് അവിടെ ജയിച്ച് കാണിച്ചിട്ട് പറയുകയാണ്, എൻ്റെ കൃപയാൽ, എൻ്റെ സാന്നിധ്യത്താൽ നിനക്ക് ഏത് മരുഭൂമിയിലും ഏതൊറ്റപ്പെടലുകളിലും നിനക്ക് നിവർന്നു നിൽക്കാൻ ശക്തി കിട്ടും. തകർന്നു പോകുന്ന അടിമത്തത്തിൻ്റെ ചങ്ങലക്കൂട്ട പ്രിയപ്പെട്ടവരെ നമുക്ക് വല്ലാതെ അസ്വസ്ഥകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ കർത്താവ് ജയിപ്പിച്ച് കാണിച്ചു. ഈജിപ്തിലേക്ക് കർത്താവ് കടന്നു പോയത് നമ്മൾ തോറ്റുപോകാൻ സാധ്യതയുള്ള അടിമത്തത്തിൻ്റെ നാട്ടിൽ ജയിച്ചവനായിട്ട് കർത്താവ് ജീവിച്ച് അതിലൂടെയൊക്കെ പോയി. നമ്മൾ പോയ എല്ലാ വഴികളിലൂടെയും കർത്താവ് പോയി. പക്ഷെ അവിടെയൊന്നും കർത്താവ് പരാജയപ്പെട്ടില്ല. ആ കർത്താവിനെയാണ് നമ്മൾ സ്വന്തം അപ്പനായി, നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായി സ്വീകരിക്കുന്നെങ്കിൽ ആ അപ്പൻ നമ്മളെല്ലായിടത്തും ജയിപ്പിക്കുമെന്ന്. പ്രിയപ്പെട്ട ഏത് നിലയില്ല കയത്തിൽ നിന്നും കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കുമെന്ന് ആഗ്രഹിക്കുകയും ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊരു മകൻ്റെ മേലും കർത്താവിൻ്റെ അപരിമയമായ ദൈവശക്തി കടന്നു വന്ന് എഴുന്നേൽപ്പിക്കുന്ന കൃപ കർത്താവ് തരുമെന്ന് മക്കൾ വിശ്വസിച്ചേ.
കർത്താവ് നമ്മളെ സ്വർഗത്തിലേക്ക് കണ്ണു നോക്കാൻ ഇന്ന് രാവിലെ സഹായിക്കട്ടെ. ഏത് തകർച്ചയിൽ നിന്നും, ഏത് വർഷങ്ങളുടെ ദുശീലത്തിൽ നിന്നും കർത്താവ് എഴുന്നേൽപ്പിക്കും. അതിൻ്റെ സൂചന പോലെയാണ് 38 വർഷം തളർവാദം പിടിച്ച് കിടന്ന മകനെ കർത്താവ് തൊട്ടപ്പം അവൻ എഴുന്നേറ്റു. കർത്താവിൻ്റെ ഒരൊറ്റ വചനത്തിൽ അവൻ എഴുന്നേറ്റ് അവൻ ശക്തനായിട്ട് അവനെ ഈ കാലം വരെ അവനെ കിടത്തിയിരുന്ന ആ കട്ടിലെടുത്തുകൊണ്ട് പോയി. 18 വർഷം കൂനിപ്പോയൊരു സ്ത്രീയെ കർത്താവ് എഴുന്നേൽപ്പിച്ച് വിട്ടു. അഴുകിയിട്ട് ഇനി ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ ലാസറിൻ്റെ ബോഡി കർത്താവിൻ്റെ ഒരൊറ്റ വചനത്താൽ അത് എഴുന്നേൽക്കപ്പെടുമ്പോൾ കർത്താവ് പറയും, ഏത് അഴുകിയതും ഏത് അറ്റം വരെ എത്തിയതും. എന്താണ് മർത്ത പറയുന്നത്? കർത്താവേ പറയല്ലേ, തുറക്കാൻ പറയല്ലേ, കല്ല് മാറ്റാൻ പറയരുത്, ദുർഗന്ധമാണെന്ന്. ദുർഗന്ധം. നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊന്നും ശരിയാവത്തില്ല. ഇത് വർഷങ്ങളുടെ ശീലമാ, ദുശീലമാ, പല തെറാപ്പികൾ കഴിഞ്ഞാ ശരിയാവത്തില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദുർഗന്ധമാണെന്ന് പറയുന്ന അവസാനിപ്പിച്ചിട്ട് എൻ്റെ കർത്താവെ നീ കൈ നീട്ടണമെന്ന് പറഞ്ഞ് നിന്റെ കുറവിനെ കർത്താവിന് അൾത്താരയിൽ സമർപ്പിച്ചാൽ, വിശ്വാസത്തോടെ അവൻ്റെ നാമത്തിന് സമർപ്പിച്ചാൽ അത് മാറും, രൂപാന്തരപ്പെടും, നവീകരിക്കപ്പെടും, പുനരുദ്ധരിക്കപ്പെടും. ഏത് കേടുപാടും പോക്കപ്പെടും. സ്വർഗത്തിലേക്ക് നീ കണ്ണു തുറക്കപ്പെടും. ആ വിഷയം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ സമയം പ്രിയപ്പെട്ടവരെ, കരങ്ങളൊരു നിമിഷം ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നിത്യതയിലേക്ക് നമ്മെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ നിത്യതയിലേക്ക് നയിക്കേണ്ട നിങ്ങളുടെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവേ, എനിക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നാലും അവയെല്ലാം നിത്യതയിലേക്ക് എന്നെ നയിക്കുന്ന കാരണമായിട്ട് സ്വീകരിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ അപ്പാ ഈശോയെ, എൻ്റെ സ്നേഹം വെളിപ്പെടുത്തണമേ. എന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. ഞാൻ വീണ് കിടക്കുന്ന കുഴിയിൽ നിന്ന്, മാരകമായ പാപത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കണേ അപ്പാ. എനിക്ക് സഹനവും വേദനയൊക്കെ വന്നാലും കർത്താവെ അതെന്നെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ കാരണമാക്കട്ടെ. കർത്താവ് മക്കളെ എല്ലാവരും ഈ സമയം വലിയ വിശുദ്ധീകരണത്താൽ നയിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലും മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ ഈ രാവിലെ ആ മക്കളെയൊക്കെ കർത്താവിൻ്റെ ഇടപെടുന്ന കരങ്ങളിലേക്ക് കൊടുത്തേ വലിയ അത്ഭുതങ്ങൾ ഇന്ന് രാവിലെ സംഭവിക്കും. കാരണം കർത്താവിൻ്റെ സത്യസുവിശേഷം സത്യപ്രബോധനത്തിന് ശക്തിയോടെ കർത്താവിൻ്റെ സഭയിൽ പങ്കുവെക്കുമ്പം അവിടെ പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടും, അവിടെ രോഗികൾ സുഖമാക്കപ്പെടും, അവിടെ വർഷങ്ങളുടെ ബന്ധനങ്ങൾ വിട്ടുപോകും. ദൈവശക്തി, വിശ്വാസത്തിന്റെ ശക്തി മക്കളെ വിടുവിക്കും. ആ വലിയ ബോധ്യത്തോടെ മക്കൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ ദുരിതങ്ങളെ, നമ്മുടെ ദുശീലങ്ങളെ, നമ്മുടെ അടിമത്തങ്ങളെ സമർപ്പിക്കട്ടെ. കർത്താവേ, വലിയ വിമോചനം, വലിയ വിടുതൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്കിടയിൽ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ സമയം നമ്മൾ നിത്യസത്യങ്ങളിലെ അടുത്ത പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ കൂടി പറയുകയാണ്. ഒന്ന് അന്ത്യവിധി, മറ്റൊന്ന് ശുദ്ധീകരണ സ്ഥലം. അന്ത്യവിധിയെക്കുറിച്ച് കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്ന വചനഭാഗം പ്രധാനമായിട്ട് മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31-32 വചനങ്ങൾ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പം അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വേർതിരിവുണ്ടാകുമെന്ന് അവൻ്റെ ഉന്നതമായ 2ാം വരവ് ഉണ്ടെന്ന്. മനുഷ്യപുത്രൻ അവൻ്റെ സകല ദൂതന്മാരുടെ കൂടെ മഹത്വത്തോടെ നമ്മെ എല്ലാവരെയും എന്നേക്കുമായി സ്വർഗത്തിൻ്റെ വിശിഷ്ടമായ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് അവിടെ വ്യക്തമായ വിധത്തിൽ ഒരു വേർതിരിവ്. കർത്താവാണിത് പറയുന്നതെന്നുള്ള സത്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടത്. കർത്താവ് വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നവനല്ലല്ലോ. അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പ്രിയപ്പെട്ട, ഇത് ഈശോ ആണ് പറഞ്ഞതെങ്കിൽ ഇത് അതേപടി വിശ്വസിക്കുക. അന്ത്യവിധി ഉണ്ട്, കർത്താവിൻ്റെ 2ാം വരവ് ഉണ്ട്. ആ സമയമോ മണിക്കൂറോ അത് നിശ്ചയിക്കേണ്ടത് പിതാവ് മാത്രമാണെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
അത് നിശ്ചയിക്കേണ്ടത് പിതാവാണ്. അത് പിതാവിൻ്റെ സമയമാണ്. എല്ലാവരും അനുദപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തമ്പുരാൻ കർത്താവ് നമ്മുടെ എല്ലാവരുടെയും വീണ്ടെടുപ്പിന്, വിശുദ്ധീകരണത്തിന് വേണ്ടി സമയം അനുവദിക്കുമ്പം അതിനെ, കർത്താവിൻ്റെ ആ സമയത്തെ നമ്മൾ ആലസ്യത്തിൽ കാണാനോ അതില്ലാന്ന് ചിന്തിക്കാനുള്ള കാരണമാകരുത്. കർത്താവിന് ഒരു വചനവും മാറി പോവുകയില്ല. അതുകൊണ്ട് ഈ തിരിച്ചറിവോടുകൂടി സത്യസഭ പഠിപ്പിക്കുന്ന അന്ത്യവിധിയെ സംബന്ധിച്ച ചില ബോധ്യങ്ങൾ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ഈ സമയം നമുക്ക് നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കാൻ കൃപ കിട്ടട്ടെ. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 1038 നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്: അന്ത്യവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനം ഉണ്ടാകും. ഖബറിടങ്ങളിലുള്ളവരെല്ലാം മനുഷ്യപുത്രൻ്റെ സ്വരം കേൾക്കും. അന്ത്യവിധിക്ക് മുമ്പായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനം ഉണ്ടാകും. സഭ പഠിപ്പിക്കുന്നുണ്ട്, നീതിമാന്മാർ സ്വർഗത്തിലേക്കും നീതിരഹിതർ ശിക്ഷാവിധിയിലേക്കും ഉയർപ്പിക്കപ്പെടും. സത്യസഭ പഠിപ്പിക്കുകയാണ്, ശരീരങ്ങളുടെ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. അന്ത്യവിധിയിൽ ശരീരങ്ങളുടെ ഉയർപ്പ് സംഭവിക്കും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര പോയി സ്വർഗത്തിൻ്റെ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ആത്മാവിനോട് ചേർന്ന് ശരീരങ്ങളും ആ വലിയ കൂട്ടായ്മയിലേക്ക് പങ്കുചേരും. വ്യക്തിത്വങ്ങൾ ദൈവികമായ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കും. കർത്താവിൻ്റെ കൃപാവരത്തിൻ്റെ വ്യത്യസ്തമായ അളവിലും കൃപയിലും സ്വർഗത്തിൽ ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ കൂടാരത്തിൽ അതിൻ്റെ പരിപൂർണമായ സന്തോഷത്തിലേക്ക് ദൈവമക്കൾ പങ്കുചേരും. എന്നേക്കുമായിട്ട് ദൈവത്തെ നിഷേധിച്ചുപേക്ഷിച്ചവർ എന്നേക്കുമായിട്ടുള്ള നിത്യാഗ്നിയിലേക്ക് ശരീരത്തിലും ആത്മാവിലും പങ്കുചേരും എന്നുള്ള സത്യസഭ പഠിപ്പിക്കുന്ന കാര്യത്തെ നമ്മൾ ഗൗരവമായി സ്വീകരിക്കാൻ തയ്യാറായാൽ ജീവിതം രൂപാന്തരപ്പെടും. വീണ്ടും പ്രിയപ്പെട്ടവരെ, സത്യസഭ പഠിപ്പിക്കുന്നു 1039 ഖണ്ഡികയിൽ ഓരോ മനുഷ്യനും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ സത്യാവസ്ഥ സത്യം തന്നെയായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ആത്യന്തികമായി വെളിവാക്കപ്പെടും. ഓരോ മനുഷ്യനും തൻ്റെ ഭൗമിക ജീവിതത്തിൽ ചെയ്തതും ഉപേക്ഷിച്ചതുമായ നന്മ അതിൻ്റെ അങ്ങേയറ്റത്തെ അനന്തരഫലങ്ങളോടൊപ്പം അന്ത്യവിധിയിൽ വെളിവാക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുകൊണ്ട് സ്വർഗത്തിൽ, എന്തുകൊണ്ട് നരകത്തിൽ, എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് വ്യക്തമായി അന്ത്യവിധിയിൽ വെളിവാക്കപ്പെടും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 20-ാമത്തെ വചനം അന്ത്യവിധി ഓർമ്മിപ്പിക്കുന്നതാണ്. ആ വചനം നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:20 തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പം അവർ ഭയചകിതരായെത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തും. ഒരിക്കൽ കൂടി വചനം പങ്കുവെക്കുകയാണ്. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിലായിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ ഓർമ്മിപ്പിക്കും. അവിടെ അതെ അതെ എന്നും അല്ല അല്ല എന്നും മാത്രമായിരിക്കും ഉത്തരം. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബോധ്യത്തോടെ അവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ ഈ ഭൂമിയിൽ ഒരുങ്ങേണ്ടത് അനുതാപത്തിൽ നമ്മുടെ ജീവിതത്തെ നിരന്തരം വിശുദ്ധീകരിച്ച് കർത്താവിനോട് ചോദിച്ച് ഈ ഭൂമിയിൽ വെച്ച് തന്നെ എല്ലാ കുറവുകളും പരിഹരിക്കാനുള്ള ആത്മീയ അവസരമാണ് കർത്താവ് സഭയിലൂടെ, കുദാശകളിലൂടെ നമുക്ക് നിരന്തരമായി പ്രായശ്ചിത്ത പരിഹാരത്തിലൂടെ കർത്താവ് തരുന്നത്. അതിനെ വിലമതിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവൻ്റെ സന്നിധി നിൽക്കുന്ന എന്തൊരു ആനന്ദദായകമായ വിഷയമാകും. ഈശോ വരുന്നു എന്ന് വിശുദ്ധാത്മാക്കൾ പറഞ്ഞതുപോലെ അനുഗ്രഹത്തോടെ യാത്ര ചെയ്യാൻ ദൈവം നമുക്ക് കൃപ തരും. ഒരു വചനം കൂടെ അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെട്ട് ജോയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വചനം, 1-2 വചനങ്ങൾ. ആ നാളുകളിൽ ഞാൻ യൂദയായുടെയും ജെറുസലേമിൻ്റെയും ഭാഗധേയം നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെ ഒരുമിച്ച് കൂട്ടുകയും യഹോഷാഫാത്തിൻ്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആ നാളുകളിൽ ഞാൻ യൂദയായുടെയും ജെറുസലേമിൻ്റെയും ഭാഗധേയം നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും യഹോഷാഫാത്തിൻ്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. എല്ലാവരും രക്ഷപ്പെടുന്നത് യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി മാത്രമാണ്. നമ്മൾ സത്യസുവിശേഷം തിരിച്ചറിയണം. എല്ലാവരും രക്ഷപ്പെടുന്നത് യേശുക്രിസ്തുവിലൂടെ ആയിരിക്കും. എല്ലാ മനുഷ്യരും, ഈ ഭൂമിയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് ഏകരക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിലൂടെ മാത്രമായിരിക്കുന്ന സത്യം ആണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ നിർബന്ധത്തിന് കാരണമാക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷപ്പെടുന്നതെങ്കിൽ സുവിശേഷം പറയാൻ ഞാൻ കടപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എല്ലാവരും രക്ഷപ്പെടണമെന്ന്. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നിത്യരക്ഷയെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ മടിക്കരുത്. ഈ തിരിച്ചറിവ് നമുക്ക് നിരന്തരം ഉണ്ടായിരിക്കട്ടെ.
വീണ്ടും പ്രിയപ്പെട്ടവരെ, അന്ത്യവിധി നമ്മളെ സംബന്ധിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കലാണെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് നമ്മളെ വിധിക്കുന്നത് പ്രവൃത്തികളാലായിരിക്കും. പക്ഷെ പ്രവർത്തിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് നീതീകരണം വിശ്വാസം വഴി കിട്ടണം. വിശ്വാസത്തിൻ്റെ ശക്തി, കൃപയുടെ ശക്തി, സഹായം നമുക്കെല്ലാവർക്കും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി, കുർബാനയുടെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ഭൂമിയിൽ നന്മ ചെയ്യാൻ, വിശുദ്ധി ജീവിക്കാൻ, പാപത്തിൽ നിന്ന് ബോധപൂർവം വിട്ടു നിൽക്കാൻ നമുക്കുണ്ട്. കരുണ കാണിക്കാൻ നമുക്കുണ്ട്. സഹോദരങ്ങളെ സഹായിക്കാൻ നമുക്കുണ്ട്. പങ്കുവെക്കാനുള്ള കൃപ നമുക്കുണ്ട്. സമ്പത്ത് നമുക്കുണ്ട്. സൗകര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പം ഈ സഹായം എല്ലാം സ്വീകരിച്ച് നമ്മളോട് കർത്താവ് ചോദിക്കുന്നത്, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിട്ട് നീ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നൻ, നീ എന്നെ ഉടുപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമ്പം കർത്താവ് ചോദിക്കുന്ന പ്രവൃത്തിയാണ്. പക്ഷെ നിൽക്കുമ്പം, ഈ ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അറിയണം, ഈ പ്രവൃത്തികൾ ചെയ്യാൻ ദൈവകൃപ വേണം. ആ കൃപ സഭയിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന്, സത്യസുവിശേഷത്തിൽ നമുക്ക് നിരന്തരം കിട്ടുന്നു. ആ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ മണ്ണിൽ നമുക്ക് തൊട്ടരികിലുള്ളവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ചെയ്യാൻ കർത്താവ് നമ്മളെ കടപ്പെടുത്തിയവർക്ക് നന്മ ചെയ്യാനും, സ്നേഹിക്കാനും, ക്ഷമിക്കാനും, പൊറുക്കാനും, നിരന്തരം പ്രോത്സാഹിപ്പിക്കാനും, വളർത്താനും ഒക്കെയുള്ള നമ്മുടെ ചുമതലകളെ നമ്മൾ ഗൗരവമായിട്ട് കാണുക. ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയെ നമ്മളിലൂടെ നന്മയാക്കി മാറ്റാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കുക. ഓരോ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുമ്പം കർത്താവിനെ നോക്കി, തമ്പുരാനെ നോക്കി നിർവഹിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പം പ്രവൃത്തികളുടെ കണക്ക് ചോദിക്കപ്പെടും, സ്നേഹത്തിൻ്റെ കണക്ക് ചോദിക്കപ്പെടും, ക്ഷമയുടെ കണക്ക് ചോദിക്കപ്പെടും. വിധിക്കാതിരുന്നാൽ നീ വിധിക്കപ്പെടുകയില്ലെന്ന് ഈ ഭൂമിയിൽ കുറ്റം പറയാതിരിക്കാൻ, നിരന്തരം കരുണ കാണിക്കാൻ കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ സഹായിക്കണമെന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള അവസാന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് ശുദ്ധീകരണ സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാസം പ്രത്യേകമായിട്ട് സകല വിശുദ്ധരെ ഓർമ്മിക്കുന്ന, ശുദ്ധീകരണാത്മാക്കളെ ഓർമ്മിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയവരെ ഓർമ്മിക്കുന്ന മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് നമ്മളെ സംബന്ധിച്ച്, ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചാണ് ഇത് ഏറ്റവും പ്രധാനം. കാരണം ഈ ഭൂമിയിൽ വിശുദ്ധാത്മാക്കളൊക്കെ പങ്കുവെക്കുന്ന കാര്യമാണ്. ഈ ഭൂമിയിൽ ശുദ്ധീകരണത്തിലൂടെ കടന്നുപോയി കർത്താവിൻ്റെ തിരുസന്നിധി സ്വർഗത്തിൽ എത്രയും വേഗം എത്തുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഭൂമിയിലെ ശുദ്ധീകരണത്തിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ ഈ സമയം നമ്മൾ പങ്കുവെക്കും. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കർത്താവിൻ്റെ സഭ പഠിപ്പിക്കുന്ന, വചനാധിഷ്ഠിതമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അച്ഛൻ ഈ സമയം വേഗം പറയുകയാണ്. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ സമയമാവുകയാണ്. CCC 1030 നമ്മളെ പഠിപ്പിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. വായിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നു. തമ്പുരാനോട് ചായ്വ് കാണിച്ച് ഈ മണ്ണിൽ സുവിശേഷം ജീവിക്കാൻ പരിശ്രമിച്ചവർ, വിശ്വാസം ജീവിക്കാൻ പരിശ്രമിച്ചവർ, വിശുദ്ധി ജീവിക്കാൻ പരിശ്രമിച്ചവർ, കർത്താവിനോട് നോ പറയാതെ നിരന്തരം നന്നായി ജീവിക്കാൻ പരിശ്രമിച്ചവർ, അവർ പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും തമ്പുരാനോട് ചായ്വുള്ളവരാണ്, ദൈവബന്ധത്തിലുള്ളവരാണ്, ദൈവം മതിയെന്ന് വിചാരിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്, യേശുമിശിഹായുടെ സൗഹൃദം ആഗ്രഹിക്കുന്നവരാണ്. അവർ പരിപൂർണമായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രിയപ്പെട്ടവർ അവർക്ക് ഉറപ്പുണ്ടെന്ന് നമ്മൾ ആ കാര്യങ്ങൾ ഉറപ്പിക്കണം. തമ്പുരാനിലേക്കാണോ നിൻ്റെ ചായ്വ്, നിൻ്റെ ബന്ധം, നിൻ്റെ നോട്ടം എങ്ങോട്ടാ? ഈ ലോകത്തിലെ തീർന്നു പോകുന്ന കുറേ കാര്യങ്ങളെ മതിമറന്ന് അതിൽ പെട്ടുപോയോ? പെട്ടെങ്കിൽ എഴുന്നേക്കണം ഈ രാവിൽ. കർത്താവിൻ്റെ വചനം പറയാണ്, ഈശോയിലേക്ക് ചായ്വുള്ളവർ നിത്യരക്ഷയ്ക്ക് അവകാശത്തിലേക്ക് ഉറപ്പ് കിട്ടിയവരാണ്. അവരിൽ ഇനി ശുദ്ധീകരണം ആവശ്യമുള്ള മേഖലകളെ കർത്താവ് ശുദ്ധീകരിക്കും. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായി തീരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ പ്രകാശത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ നിരന്തരം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കണം. ആ ശുദ്ധീകരണം ഇവിടെ പൂർണ്ണമാകാൻ സാധിച്ചില്ല എങ്കിൽ ആ വിശുദ്ധീകരണത്തിന് കർത്താവ് ഒരു അവസരം കൂടി കർത്താവിൻ്റെ കരുണയാൽ, സ്നേഹത്താൽ തരുന്നു എന്നുള്ളത് കർത്താവ് പഠിപ്പിക്കുന്നു. സഭ അത് ഏറ്റു പറയുന്നു. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 27-ാമത്തെ വചനം. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ.
അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കില്ല. നമ്മൾ നമ്മുടെ തമ്പുരാൻ്റെ മുമ്പിൽ നിരന്തരം നിൽക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പം കർത്താവ് പറയും, നിനക്കൊരു കുറവുണ്ട്, നിന്റെ സ്നേഹത്തിന്, ആദ്യ സ്നേഹത്തിൻ്റെ അനുഗ്രഹം ഇല്ല. കുഞ്ഞെ, നിന്റെ കാര്യസ്ഥയുടെ കണക്ക് ബോധിപ്പിക്കേ, നിന്നെ തന്നെ നീ വിശുദ്ധീകരിക്കേ. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. നിന്റെ ഹൃദയത്തെ നീ പരിശോധിക്കേ. വചനം അരിച്ചിറങ്ങാൻ പ്രിയപ്പെട്ടവർ ഈ നാളുകളിൽ നമ്മളെ തന്നെ അനുവദിക്കണം. വചനം പഠിക്കണം, വചനം ജീവിക്കാൻ, ദിവ്യകാരൻ്റെ സന്നിധിയിൽ കണ്ണു നോക്കിയിരിക്കണം. അപ്പോൾ കുർബാന നമ്മളോട് സംസാരിക്കും. വചനം അരിച്ചിറങ്ങുമ്പം വചനം നമ്മളോട് പറയും, പാപിയാണെന്ന്, ഞാൻ ഇനിയും പരിഹരിക്കേണ്ട എൻ്റെ ബന്ധങ്ങളിലെ കുറവുകൾ, ഞാൻ ഇനിയും പരിഹരിക്കേണ്ട എൻ്റെ വിശുദ്ധിയുടെ കുറവുകൾ, ഞാൻ ഇനി പരിഹരിക്കേണ്ട എൻ്റെ ഉള്ളിലെ അഹന്തയുടെ മേഖലകൾ, ഇനിയും പരിഹരിക്കേണ്ട എൻ്റെ സ്വാർത്ഥതയുടെ ഇടങ്ങൾ കർത്താവ് ഓർമ്മിപ്പിച്ച് തരും. നമ്മൾ കൊള്ളാം, കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്നതിൻ്റെ കാരണം മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ കുഴപ്പം. മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറേ പേര് നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര തീഷ്ണതയാണ്. ആ തീഷ്ണതയൊക്കെ കർത്താവിന് പൊടിഞ്ഞു പോകും, ഒന്നുമില്ല. കർത്താവിൻ്റെ സന്നിധി നിന്നുകൊണ്ട് നോക്കുമ്പം, അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ നീതീകരണത്തിലൂടെ നമ്മൾ നോക്കണം. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ നീതീകരണം എന്ന് വെച്ചാൽ എന്താ? കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ്, കർത്താവിൻ്റെ കണ്ണിലുള്ള വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ അഹങ്കാരം തീരുവോ ഇല്ലെന്നോ നമുക്ക് നോക്കാം. കർത്താവിൻ്റെ കണ്ണിലുള്ള വിശുദ്ധി, കർത്താവിൻ്റെ കണ്ണിലുള്ള തീഷ്ണത, കർത്താവിൻ്റെ കണ്ണിലുള്ള നന്മ, കർത്താവിൻ്റെ കണ്ണിലുള്ള പ്രത്യാശ, കർത്താവിൻ്റെ കണ്ണിലുള്ള ചടുലത, ധീരത, കർത്താവിൻ്റെ കണ്ണിലുള്ള സാക്ഷ്യം, അവിടെ നമ്മൾ പൊളിയും. അവിടെ നമ്മൾ മനസ്സിലാക്കും, ഞാൻ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞാൻ ദുർഭകനായ മനുഷ്യൻ, കർത്താവെ നീ ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല, നിൻ്റെ സഹായം വേണം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കരയും. അവിടെ വചനം നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ തള്ളും, നമ്മളെ ഉയർത്തും. കർത്താവിൻ്റെ കരം അങ്ങനെ ഒരു ആത്മാവിനെ തേടി സഹായത്തിന് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ നിസ്സഹായാവസ്ഥ, എല്ലാ വിശുദ്ധരും അവരുടെ നിസ്സഹായാവസ്ഥ ഏറ്റു പറഞ്ഞവരാ. ചവറപിതാവൊക്കെ തന്നെ വിളിച്ച പേര് നികൃഷ്ട ജീവിനാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നികൃഷ്ട ജീവിയാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. അത് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ അറിവ് കുറവാണ്. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പം പ്രിയപ്പെട്ടവരെല്ലാ വിശുദ്ധാത്മാക്കൾക്കും തോന്നി തങ്ങൾ അജ്ഞരാണെന്ന്, തങ്ങൾ പാപികളിൽ ഒന്നാമതാണെന്ന്. പ്രിയപ്പെട്ടവർ, ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പം നമ്മൾ മഹാപാപികൾ. ആ തിരിച്ചറിവോടെ അത് നമ്മളെ അപകർഷതയിലേക്കോ കുറ്റബോധത്തിലേക്കോ നയിക്കത്തില്ല, ആശ്രയിക്കുന്നതിലേക്ക് നയിക്കും. അങ്ങനെ ആശ്രയിക്കുന്ന അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പം നമ്മൾ കർത്താവിനാൽ ശുദ്ധീകരിക്കപ്പെടും, വചനത്താൽ ശുദ്ധീകരിക്കപ്പെടും, വിശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട ആ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. വീണ്ടും കർത്താവിൻ്റെ സഭ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം, പർഗറ്ററി എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. ലഘുവായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന വിധിക്ക് മുമ്പ് ഒരു ശുദ്ധീകരണ അഗ്നിയുണ്ടെന്ന് നാം വിശ്വസിക്കണം. കാരണം ഒന്നാമതായിട്ട് പ്രിയപ്പെട്ട, അത് മനസ്സിലാകണമെങ്കിൽ ദൈവം പരിശുദ്ധനാണ് എന്നുള്ള വലിയ ബോധ്യം വേണം. നമ്മൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാറുണ്ടോ? ഈശോ എൻ്റെ മുറിയിലൊന്ന് വന്നിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കൊള്ളാം, വൃത്തിയായിട്ട് ജീവിച്ചിട്ട് ആഗ്രഹിക്കണം. കാരണം കർത്താവ് വന്നാൽ നമ്മൾ മരിച്ചു പോകുമെന്ന് പറയുന്നത് സത്യമാണ്. കർത്താവ് എന്തുകൊണ്ടാണ് കുർബാനയപ്പത്തിൽ അത്രയും സൗമ്യമായിട്ട് വരുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പരമപരിശുദ്ധിയോട് അതിൻ്റെ പരിപൂർണ വെളിപ്പെടുത്തലിൽ നൽകപ്പെട്ടാൽ നമുക്ക് സ്വീകരിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് കർത്താവ് വളരെ ചെറുതായിട്ട് നമുക്ക് സ്വീകരിക്കാനുള്ള പരുവത്തിൽ ഈ ഭൂമിയിൽ വരുന്നത്. ആ കർത്താവിനെ സ്വീകരിക്കാൻ നമ്മൾ തിരിച്ചറിവോടെ മനസ്സിലാക്കണം, ദൈവമേ അങ്ങനെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. എൻ്റെ ഹൃദയം ഈ അവസ്ഥയിലായ പോരാ. കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോൾ ഒരു വേദന വേണം. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണെന്ന് പറയുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ വരുന്നത് നമ്മൾ ഓർമ്മിക്കണം. അത്രയും കോൺഫിഡൻസ് വേണ്ട. കർത്താവെ നിന്നെ സ്വീകരിക്കാൻ പോവാ, ഒരു യോഗ്യതയില്ല, നിൻ്റെ കരുണ എന്നെ പൊതിയണം അപ്പോൾ എന്ന് പറയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ശുദ്ധീകരണം അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും. നമ്മുടെ എല്ലാ അഹന്തയും ഒലിച്ചു പോട്ടെ. കാരണം കർത്താവിൻ്റെ പരിപൂർണതയ്ക്ക് മുമ്പിൽ, കർത്താവിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു കുറവും നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ശുദ്ധീകരണം കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കവിടെ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. ഒരു ശുദ്ധീകരണത്തിലൂടെ നമ്മൾ കടന്നു പോകണം. ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടവരെ, ഈ ശുദ്ധീകരണത്തിന് എന്താണ് സാധ്യത? അതാണ് കർത്താവിൻ്റെ സഭയിൽ പ്രിയപ്പെട്ടവരെ എന്നും ദൈവം നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഗ്രഹിക്കാൻ നിരന്തരം കാത്തു നിൽക്കുന്നു. 1 കൊരിന്തോസ് 3:11-15 നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു.
അതിന് പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിൽ മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കും. അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനത്തിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിൽ എരിഞ്ഞിറങ്ങാൻ അനുവദിച്ചാൽ നമ്മളിലുള്ള അശുദ്ധിയൊക്കെ മാഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്ത് സംഭവിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ കുറവുള്ള നമ്മുടെ ആത്മാവ് അവിടെ കർത്താവിൻ്റെ വലിയ സൗഖ്യത്തിലൂടെ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുമ്പം കർത്താവിൻ്റെ കൃപയുടെ അഗ്നി, പരിശുദ്ധാത്മ അഗ്നി നമ്മുടെ ആത്മാവിലെ വിട്ട് കളയേണ്ട, കർത്താവിൻ്റെ ദർശനത്തിൽ തന്നെ തടയുന്ന എല്ലാത്തിനും എരിയിച്ച് കളയും. മുള്ളും മുൾച്ചെടികളും എരിഞ്ഞ് ചാമ്പലാകും. അപ്പം നിലനിൽക്കുന്നതിന് സുവർണ ശോഭയുണ്ടാവും, കർത്താവിനെ ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതുകൊണ്ട് ഈ സമയം ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രിയപ്പെട്ട ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്കുള്ള അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. അത് സഭയിൽ എങ്ങനെയാണ് സാധിക്കുന്നത്? അത് പ്രിയപ്പെട്ടവരെ, നിരന്തരം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട്, വചനം നമ്മുടെ ആത്മാവിൽ പ്രവേശിക്കാൻ അനുവദിച്ചുകൊണ്ട്, ഉപവാസത്തിലൂടെ, പരിഹാരത്തിലൂടെ, താപസിക പ്രാർത്ഥനയിലൂടെ, സഭ നമുക്ക് അനുവദിച്ച് സഭയുടെ നിക്ഷേപത്തിൽ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ദണ്ഡവിമോചനങ്ങൾക്ക് വിശ്വാസത്തോടെ പ്രാപിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, കാലിക ശിക്ഷയിൽ നിന്ന് പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിന് 2 വിധത്തിലുള്ള ശിക്ഷയുണ്ടെന്ന് നമുക്കറിയാലോ, നിത്യശിക്ഷയും കാലിക ശിക്ഷയും. നിത്യശിക്ഷയിൽ നിന്നുള്ള മോചനം പ്രിയപ്പെട്ടവർ നമുക്ക് കുമ്പസാരത്തിലൂടെ ലഭിക്കുന്നു. കാലിക ശിക്ഷ നമുക്ക് പാപത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ പാപത്തിൻ്റെ പരിണിത ഫലമായ ശിക്ഷയാണ്. അത് ആ കാലിക ശിക്ഷ, ഈ ലോകത്ത് ടെമ്പറൽ ആ ഒരു പാപത്തിന്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്നത് പോലെ ഏതൊരു പാപത്തിനും അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ ഒരു കുറവുണ്ട്, ഒരു വിഷമമുണ്ട്. അത് പരിഹരിക്കേണ്ടതാണ്. ശരീരത്തിൽ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം ശരീരത്തിൽ ഗുണമല്ലാതെ ദൈവത്തിൻ്റെതല്ലാത്ത ശരീരത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അത് അശുദ്ധ ജീവിതത്തിന് ശരീരത്തെ വിട്ടുകൊടുത്ത ഒരാൾ ആ കാലിക ശിക്ഷയ്ക്ക് പരിഹാരം ശരീരത്തിന് ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നിർവഹിക്കുമ്പം അവന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധീകരണം കിട്ടുന്നു. അത് കർത്താവിൻ്റെ കുരിശുമരണത്തോടും അവിടുത്തെ പീഡാസഹനത്തോടും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ശരീരത്തിന് വിശുദ്ധീകരണം കിട്ടുകയാണ്, നമ്മൾ വീണ്ടെടുക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ സമയം നമ്മൾ കുർബാനയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്, ദൈവവചനത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള നമ്മുടെ കടമ, സ്നേഹം നമുക്ക് ഇനി നിർവഹിക്കാനുള്ളത്, പ്രിയപ്പെട്ടവർ അവരോട് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ മരണം വരെ അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ കുർബാനയിൽ, നമ്മുടെ പരിഹാര പ്രാർത്ഥനകളിൽ ഓർമ്മിക്കണം. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മാത്രമാണ് ഓരോ മക്കളെക്കുറിച്ചുള്ള പരിപൂർണ്ണ അറിവുള്ളത്. ഈ സമയം നമ്മൾ കർത്താവിൻ്റെ കുർബാനയിലേക്ക് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഈ സമയം വലിയൊരു അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ കിട്ടും. കാരണം നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ ശുദ്ധീകരണ ആത്മാക്കൾ ഈ സമയം ഏറ്റവും അധികം സന്തോഷിക്കുകയാണ്. കർത്താവിനാൽ അവർ ശുദ്ധീകരിക്കപ്പെടാൻ ഈ സമയം നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് വലിയ ഒരു ഇടപെടൽ കിട്ടുകയാണ്. അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഈ സമയം നമ്മൾ ഒരുമിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പം കർത്താവ് ഇടവരുത്തും. എല്ലാ മക്കളും 2 കരങ്ങൾ ഉയർത്തി, ഈശോയെ, ഈ സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട മരിച്ചവരിലേക്ക്, മരിച്ച ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിന്റെ സൗഖ്യദായകമായ സ്നേഹത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടനും മുടന്തനും ചെകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ,
യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഓരോരുത്തരും നമ്മൾ സമർപ്പിക്കുമ്പം ഈ സമയം നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ എല്ലാവരെയും നമ്മൾ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അവർ ഈ സമയം നമ്മളെല്ലാവരെയും ഒത്തിരി കരുണയ്ക്കായിട്ട് നോക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരു നിമിഷം ചിന്തിച്ച് നോക്കിക്കുക. നമുക്ക് വേണ്ടി അധ്വാനിച്ച് യാത്ര ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ ചിലപ്പോഴെങ്കിലും പ്രാർത്ഥനയൊക്കെ മുടക്കിയത് നമുക്ക് വേണ്ടി, നമ്മൾ വളരാൻ വേണ്ടി അവർ വ്യയം ചെയ്തപ്പോഴായിരിക്കാം. അവർക്ക് തികഞ്ഞ ബോധ്യം ഇല്ലാഞ്ഞതുകൊണ്ട് നമുക്ക് വേണ്ടി അവർ കൂടുതൽ വെയിൽ കൊണ്ടു, കൂടുതൽ അധ്വാനിച്ചു, കൂടുതൽ രാത്രി നേരങ്ങളിൽ അവർ സായന്ന പ്രാർത്ഥനയിൽ പോലും പങ്കുചേരാതെ അവർ പല ദിക്കുകളിൽ നമുക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോഴാണ് അവർക്ക് തികഞ്ഞ ബോധ്യം കിട്ടിയത്. ദൈവത്തിന് ഒന്നാമത് സ്ഥാനം കൊടുക്കേണ്ടിയിരുന്നു. പക്ഷേ ഇന്ന് അവർക്ക് അതിനെ ഓർത്ത് ആകുലപ്പെടാനല്ലാതെ ഒരു പരിഹാരം അവരുടെ ഭാഗത്തുനിന്ന് മാനസാന്തരത്തിൻ്റെ സമയം കഴിഞ്ഞു. ഇനി അവർക്ക് ആ കാര്യത്തിനനുസരിച്ച് പ്രിയപ്പെട്ടവരെ തിരിച്ചു വന്ന് വീണ്ടും അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള കഴിവില്ല. പരിശുദ്ധ സഭ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധ സഭ നിരന്തരം വിശ്വസിക്കുന്നു, സഭ പഠിപ്പിക്കുന്നു. സഹന സഭയ്ക്ക് വേണ്ടി സമരസഭയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. സമരസഭ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സഭയാണ്. ആ സമരസഭ സഹന സഭയായ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, പ്രിയപ്പെട്ട മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവർക്ക് കർത്താവിൻ്റെ വലിയ തിരുസഭയുടെ നിക്ഷേപത്തിൽ നിന്ന് കർത്താവിൻ്റെ കരുണയാൽ പരിപൂർണമായ സ്നേഹത്തിലേക്കുള്ള ആ പ്രവേശനത്തിന് അത് അനുഗ്രഹം ത്വരിതപ്പെടാൻ കാരണമാകുന്ന സഭ പഠിപ്പിക്കുന്നു. അവരിലുള്ള കുറവുകൾ മാറിപ്പോകാൻ, കർത്താവിൻ്റെ കൃപ അവരിലേക്ക് ഒഴുകാൻ, അത് പ്രത്യേക വിധത്തിൽ കൂടുതൽ ഫലദായകത്തോടെ അവർക്ക് സ്വർഗത്തിലേക്ക് വേഗം എത്താൻ അത് സഹായിക്കുന്ന സഭ പഠിപ്പിക്കുമ്പം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരിച്ച എല്ലാ ആത്മാക്കളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമയം സമർപ്പിക്കാം. അവരുടെ മേലെ കുർബാനയുടെ ശക്തി വ്യാപരിക്കാൻ, തിരുസഭയുടെ അനുഗ്രഹദായകമായ സ്വർഗീയ നിക്ഷേപത്തിൽ നിന്ന്, കർത്താവിൻ്റെ മഹിമയിൽ നിന്ന്, മഹത്വത്തിൽ നിന്ന് ശുദ്ധീകരണാത്മാക്കളിലേക്ക് ദൈവശക്തി കടന്നു വന്ന് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർ ഈ സമയം കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് സ്വർഗപ്രവേശനത്തിലേക്ക് എത്രയും വേഗം അവരിലേക്ക് അഭിഷേകം നിറയപ്പെടാൻ ആഗ്രഹിച്ച മക്കൾ വിളിച്ച ഈശോയേ, കർത്താവേ, ഞങ്ങളെ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, ആ മക്കൾ ഓരോരുത്തരുടെ മേലും ദൈവശക്തി, കൃപ, കരുണ കടന്നു വന്ന് അവർ ശുദ്ധീകരിക്കപ്പെടട്ടെ. മിശിഹായുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ, അവിടുത്തെ പീഡാനുഭവത്തിന്റെ കുരിശുവണ്ണത്തിന്റെ അന്നത ശക്തിയാൽ കർത്താവേ, എല്ലാ ശുദ്ധീകരണാത്മാക്കളും ഈ സമയം അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭ കുടുംബം പ്രാർത്ഥിക്കുന്നു. സമര സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദി നന്ദി നന്ദി. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. നമ്മുടെ മരണത്തെ നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ നിത്യജീവനെ നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ സ്വർഗപ്രവേശനത്തെ നമ്മൾ ധ്യാനിക്കണം. ഈ മണ്ണിൽ നമ്മൾ നമ്മുടെ ഓരോ ഉത്തരവാദിത്തങ്ങളിൽ വ്യാപരിക്കുമ്പോഴും ദൈവശക്തിയാൽ നമ്മൾ നിരന്തരം നയിക്കപ്പെടാൻ, ഈ മണ്ണിൽ ഒരു പാദം കുത്തി നിൽക്കുമ്പോഴും ഹൃദയത്തിനുള്ളിൽ നമ്മൾ ചിന്തിക്കണം, എൻ്റെ ഒരു പാദം ഞാൻ നിത്യജീവനിൽ സ്വർഗത്തിൽ കുത്തിക്കൊണ്ട് വേണം ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ. എല്ലാ തിരഞ്ഞെടുപ്പിലും സ്വർഗം വരണം. എല്ലാ തിരഞ്ഞെടുപ്പിലും ഈശോയുടെ ഇഷ്ടം വരണം. എല്ലാ തിരഞ്ഞെടുപ്പിലും സ്വർഗത്തെക്കുറിച്ചുള്ള ആത്മീയ ബോധ്യം നിറയണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ഈ സമയം പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആത്മാവിൻ്റെ സഹായത്തോടെ നിത്യസത്യ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടാനും വചനത്താൽ വീണ്ടും വീണ്ടും ഈ ബോധ്യങ്ങൾ ആഴപ്പെടാനും നമ്മളെ തന്നെ സമർപ്പിച്ചേ. നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കാനൊരു തീരുമാനം എടുത്തേ. പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിത്യസത്യങ്ങളെ പഠിപ്പിക്കാനും അതിന് സാക്ഷ്യം വഹിക്കാനും ഈശോ മിശിഹായുടെ ആ വലിയ അനുഗ്രഹദായകമായ മധ്യസ്ഥത്തെ ഏക രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമുള്ള രക്ഷയെ പ്രഘോഷിക്കാനുള്ള ഒരു അനുഗ്രഹം ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ട് മക്കൾ തീരുമാനമെടുക്കുന്ന സമയത്ത് മക്കളെ ഈശോ ആശീർവദിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായിട്ട് തരുന്ന കർത്താവിൻ്റെ കൃപയാൽ മക്കളുടെ കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ ഈ രാവിലെ അനുഗ്രഹിക്കപ്പെടുന്നു. എല്ലാ മക്കളും സത്യസുവിശേഷം സാക്ഷ്യം വഹിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവെന്ന് യാചിച്ചുകൊണ്ട് എല്ലാ മക്കളും വിളിക്കട്ടെ, ഈശോയേ, ഈശോയേ, ഈശോ.